ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പം 13 ആൾക്കാരായിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ടോട്ടല് ഒരു 6 ക്ലാസ്സോളം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? എന്തൊക്കെ പഠിച്ചു? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. LED ബ്ലിങ്ക് കേൾക്കുന്ന, LED ബ്ലിങ്ക് ആക്കുന്നേ, പിന്നെ വാട്ടർ സെൻസർ, എന്തി വാട്ടർ വാട്ടർ സെൻസർ, യെസ്. ഗ്യാസ് സെൻസർ, അൾട്രാസോണിക് സെൻസർ, ഗ്യാസ് സെൻസർ. ഓക്കെ, ഇതടാ മോഷനോ? ഏത് ശ്രേയസ്രാ മനീഷേ? ശ്രേയസാ? നീ കൊണ്ടുപോയി പഠിക്കാ? നീ എവിടെ പഠിക്കുന്നേ? മിനിയാന്ന് കുറ്റിക്കോല ഒന്നിനി പറഞ്ഞു. വേറെ പറഞ്ഞാ എന്തല്ല പറഞ്ഞിന്? എന്ത് പറഞ്ഞേ? എന്തല്ല കൊറേ പറഞ്ഞു, പറഞ്ഞില്ല. എന്ത് പറഞ്ഞു നിനക്കൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. ആയി. നീ പ്ലസ് വണ്ണിൽ പഠിക്കുന്നതാ? അറിയാ, ഓർമ്മണ്ടാ? അറിയാട്ടനാ ഓനെയാ? ആ ഓന ഒരു ദിവസത്തെ ഒരു പരിചയമുണ്ട്. ഒരു മണിക്കൂറത്തെ ഒരു പരിചയമുണ്ട്. ഓനെങ്ങനെ നിക്കറിയുന്നേ? ഞാൻ ഇന്നലെ ജോയിൻ ആയിട്ടേ ഒരു നമ്പറില്, അതുകൊണ്ടാണ് എന്റെ ഫോൺ. എന്റെ ഏട്ടനാണ് ശ്രേയസാ? ആ. ആയിക്ക് അഗ്നിക മോട്ടിവേഷൻ കാണലുണ്ട്. മോട്ടിവേഷന് പോകാണ്ടായിരിക്കുമ്പോ കാണലുണ്ടായിരുന്നു. എടാ, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് കാണുന്നത്? ആപ്പ് കാണുന്നുണ്ട്. ആപ്പ് ആണെന്നല്ലേ? അത് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നലെ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ ഇവിടെ വെച്ച് പറഞ്ഞുകൊണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? യെസ്. അപ്പോൾ മോട്ടോർ ഡ്രൈവറിനെ വളരെ അതിന് സൗണ്ട് ഓൺ ആയിട്ടുണ്ടോ? ആരും സൗണ്ട് ഓൺ ആയിട്ടില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പം നമുക്ക് ഏതായാലും എന്താ ഞാൻ പറഞ്ഞുകൊണ്ടത്, വാട്ടർ സെൻസറിനെ പറ്റി പഠിച്ചു, LED ബ്ലിങ്കിങ്, സെർവോ മോട്ടർ, ഗ്യാസ് സെൻസർ, അൾട്രാസോണിക് സെൻസറും LED വെച്ച് പഠിച്ചു. LED ചേസർ ഉണ്ടാക്കി, ഗ്യാസ് സെൻസറും ബസറും വെച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ അൾട്രാസോണിക് സെൻസറിനനുസരിച്ച് സെർവോ മോട്ടർ മൂവ് ചെയ്യും. ഓക്കെ, അത് ഡിസ്റ്റൻസ് മെഷർമെൻ്റ് ആണ് നമ്മൾ ചെയ്തത്. അടുത്തേക്ക് നമുക്ക് സെർവോ മോട്ടർ ഇങ്ങനെ തിരിയും. അതാണ് ബേസിക് ചെയ്യുന്നത്. അതൊരു എനിക്ക് തരാം കേട്ടോ.
അത് ഞാൻ ബാഗിൽ ഇപ്പോൾ ഉറങ്ങുന്ന ബാഗിൽ ഇടാം, കഴിഞ്ഞിട്ട് മറന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എക്സാംസ് കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഡിസ്പ്ലേസിന് നമ്മുടെ കയ്യിലെ ഡിസ്പ്ലേ വേറെ നല്ല സ്ക്രീൻ കാണുന്നത് ഡിസ്പ്ലേനെ പറ്റി പഠിക്കും, പിന്നെ സൗണ്ട് സെൻസറിനെ പറ്റി പഠിക്കും, പിന്നെ എല്ലാം കൂടി ഒരു പ്രൊജക്റ്റ് ചെയ്യും. ലാസ്റ്റ് ഒരു മെഗാ പ്രൊജക്റ്റ് ചെയ്യും. ഹോം ഓട്ടോമേഷൻ സിസ്റ്റമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അങ്ങനത്തെ സിസ്റ്റംസ് ആണ് നമ്മൾ ഇനി ഇന്റഗ്രേറ്റ് ആക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു കാര്യം ഇപ്പോഴും ചിന്തിക്കണം, നിങ്ങൾ ഫസ്റ്റ് ബിഗിനർ ആയിട്ടാണ് ഇതിലേക്ക് വന്നത് അല്ലേ. ഇപ്പൊ ഞാൻ പറയില്ല നിങ്ങളുടെ ഏത് ജമ്പർ എടുക്കണമെന്ന്, ഞാൻ പറയില്ല ഇപ്പൊ നിങ്ങൾ അപ്ലോഡ് ആക്കണമെന്ന് അല്ലേ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ മതി. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ കണക്ഷൻ ഒക്കെ ചെയ്തിട്ടാണ് വെച്ചത്. എനിക്കറിയാം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്, കോഡ് മാത്രം കാണിച്ചതാവില്ലേ. യെസ്, ദി മെയിൻ തിങ് ഈസ് ഇങ്ങനത്തെ എന്താ പറയല്, ഇത്രയും സെൻസേഴ്സും മൊഡ്യൂൾസും ഒന്നും വെച്ചിട്ട് ഒരു വർക്ക്ഷോപ്പും കണ്ടക്ട് ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിൻ്റെ മേലിലാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ട്രയൽ റൺ മാത്രമാണ് ഇത്. അതായത് ഇപ്പം എനിക്ക് അറിയണം, ഇപ്പോൾ ഇതിലുള്ള 25+ സ്റ്റുഡൻസ് ഞാനിപ്പോൾ തരുന്ന സെൻസേഴ്സും മോട്ടോഴ്സും ആയിട്ട് എത്രത്തോളം എത്ര വേഗം ഗ്രാസ്പ് ആക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയണം. മനസ്സിലായോ? അതുപോലെ തന്നെ നെക്സ്റ്റ് ബാച്ച് അഥവാ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ, സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എനിക്കൊരു 1 മന്തിൻ്റെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ടാക്കാം. അതിൽ മേ ബി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ സെർവർ ഇൻ്റഗ്രേഷൻ, മോട്ടോർ ഡ്രൈവർ, റോബോട്ട്, AI ആൻഡ് പൈത്തൺ വെച്ചിട്ടൊക്കെ പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ജോയിൻ ചെയ്യാമല്ലോ. മനസ്സിലായില്ലേ? ഇപ്പോൾ പുറത്തേത്തെ ഒരു സാധാരണ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആൻഡ് എന്താ പറയുക IR സെൻസ്. ഞാൻ നിങ്ങൾക്ക് IR സെൻസർ തന്നില്ലല്ലോ. ഇല്ല, വളരെ സിമ്പിളാണ്. അതൊക്കെ വളരെ സിമ്പിളാണ്, വെറുതെ വാങ്ങിക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് സംഭവം ബേസിക്കലി വരുന്നത്. അപ്പം ഇത്രയും സെൻസേഴ്സ് മോഡ്യൂൾസ് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നെ കിറ്റിൽ കിട്ടിയത് എത്രയോ ഭാഗ്യമാണ്. എന്താ വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല, യൂസ് ആണ്. അപ്പോൾ കിറ്റ് ആർക്കും അതിന് പൈസ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ എന്തിനാണ് ഈ സെൻസേഴ്സ് എന്ന് അറിഞ്ഞാൽ വാങ്ങിക്കുന്ന ഒരു അർത്ഥം ഉണ്ടാവും അല്ലേ. എന്ത് വാങ്ങിക്കണം നമുക്ക് അറിയണ്ടേ. അപ്പോൾ അതെല്ലാം നോക്കി പറഞ്ഞാൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് തന്നുകൊണ്ട് ഫസ്റ്റത്തെ ഇനീഷ്യൽ കിക്ക് സ്റ്റാർട്ട് അവിടെ കംപ്ലീറ്റ് ആയി. മനസ്സിലായോ? ഇനി നിങ്ങൾ റോബോട്ടിക്സിന് ക്ലാസ് ചെയ്ത് തരുമ്പോൾ ഇതിലേക്ക് തന്നെ ചായുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഒരു എക്സ്പ്ലോറേഷൻ ഫേസ് ആണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു നിർബന്ധമില്ല. അഥവാ നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യം നിങ്ങൾ 4 മോട്ടർ വാങ്ങിക്കുക, അതിൻ്റെ വീൽ വാങ്ങിക്കുക, ഒരു മോട്ടോർ ഡ്രൈവർ വാങ്ങിക്കുക. ഓക്കെ, ഒരു ബ്ലൂടൂത്ത് മോഡൽ വാങ്ങിക്കുക, ഒരു USB എടുത്ത് വാങ്ങിക്കുക. ഇതിൻ്റെ വൈഫൈയും ബ്ലൂടൂത്തും എല്ലാം വെച്ച് ഒന്ന് കളിക്കുക. അപ്പോൾ IoT എന്ന് പറഞ്ഞാൽ അറിയോ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ആ വേൾഡിലേക്ക് നിങ്ങൾ എൻ്റർ ആക്കും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗിനർ നിന്ന് പ്രോ ടു അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്നത്. അതിന്ന് നമ്മൾ എന്നിട്ട് AI ഇൻ്റഗ്രേറ്റ് ചെയ്യും, ഫേസ് റെക്കഗ്നൈസേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യും, പിന്നെ എപ്പോഴും നമ്മൾ ക്യാമറ ഇഷ്ടമായിരിക്കും കളിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് പ്രോ ലെവലിൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കും ശരിക്കും റോബോട്ടിന് എങ്ങനെയാണ് കൈയും കാലും ഇത്ര സ്മൂത്തായിട്ട് വർക്കാവുന്നതെന്ന്, എങ്ങനെയാണ് റോബോട്ടിന് സ്വന്തമായിട്ട് പാത്ത് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് അടുത്തുന്ന വേൾഡിൻ്റെ പേരാണ് റോബോട്ടിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ROS അല്ലെങ്കിൽ റോസ് എന്ന് നമ്മൾ പറയും. റോസ് ചെയ്യണമെങ്കിൽ പൈത്തൺ അറിയണം. അപ്പോൾ നമ്മൾ നേരെ C++ പൈത്തണിലേക്ക് ജമ്പ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്ന വേറെ തന്നെ ലോകമായിരിക്കും. C++ പഠിച്ചതേ വെറുതെ നമുക്ക് അപ്പോൾ മനസ്സിലാവും. പൈത്തൺ ഇസ് ഇൻക്രെഡിബിൾ തിങ്. മനസ്സിലായോ? പക്ഷെ ചെറിയ ചെറിയ കാര്യത്തിന് നമുക്ക് C++ വേണം, അഡ്വാൻസ് കാര്യത്തിന് പൈത്തണും വേണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും റോബോട്ടിക്സ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് C++, പൈത്തൺ, ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ആൻഡ് ബിറ്റ് ഓഫ് ലോജിക്. അങ്ങനെയാണ് ഇത് ഫുൾ ജേർണി ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്, കുറച്ച് മോട്ടിവേഷൻ ആയില്ലേ? റെക്കോർഡാക്കുന്നുണ്ടോ സാറ്? യെസ് റാ, മറന്ന് ഞാൻ ആദ്യമേ റെക്കോർഡ് ബട്ടൺ ഞാൻ ഞെക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അൾട്രാസോണിക് സെൻസറിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് സെർവോ മോട്ടർ തരും. അതായത് അടുത്തേക്ക് പോകുമ്പോൾ
ഞാൻ കാണിച്ചു തരാം, ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടത്. കണ്ടില്ലേ ആ നോയിസ് ഇതാണ് നമ്മൾ ചെയ്യാന്നുള്ളത്. ബേസിക്കലി അത്ര വലിയ പ്രോജക്റ്റ് ഒന്നുമല്ല, പക്ഷേ എനിക്ക് നിങ്ങൾക്ക് ഡുവൽ മൊഡ്യൂൾ ഇൻ്റഗ്രേഷൻ പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അൾട്രാസോണിക് സെൻസർ കണക്ട് ചെയ്യുക. കോഡ് ഇതാണ്. ഓക്കെ, അത് വേണമെങ്കിൽ ഗ്രൂപ്പിലേക്ക് അയക്കാം. പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ കോഡ് ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പം കണക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ VCC നേരെ 5 വോൾട്ട് കണക്ട് ചെയ്യുക, GND നേരെ GNDയിലേക്ക് കണക്ട് ചെയ്യുക, അർഡിനോൻ്റെ ട്രിഗ് എന്ന് പറഞ്ഞ പിന്നെ 9ലേക്ക് കണക്ട് ചെയ്യുക, എക്കോ എന്ന് പറഞ്ഞ പിന്നെ 10ലേക്ക് കണക്ട് ചെയ്യുക, സെർവോ മോട്ടറിൻ്റെ പിന്നെ 3ലേക്ക് കണക്ട് ചെയ്യുക, സെർവോ മോട്ടറിൻ്റെ GNDയിലേക്ക് കണക്ട് ചെയ്യുക. അൾട്രാസോണിക് സെൻസർ ബ്ലഡ് ബോളിലാണ് കുത്തേണ്ടത്. നീ എവിടെ കുറിച്ച് വെച്ചോടാ കേട്ടോ, എവിടെ കുറിച്ച് വെച്ചോ. കുറിച്ചക്കാരാ ആ എന്താ വിനീഷേ ഒന്നുകൂടെ പറയൂ. അതെ, നീ ഇന്നത്തെ ക്ലാസ്സിലുണ്ടായിട്ട് ഒന്നുകൂടെ. ആ ഞാൻ ഒരു കാര്യം ചെയ്യാം, ചാറ്റ് അല്ലല്ല പറയുന്നതായിരിക്കും ബെറ്റർ. അതായത് ശ്രദ്ധിക്കുക, അൾട്രാസോണിക് സെൻസറിൻ്റെ GND നേരെ GNDയിലേക്ക് കണക്ട് ചെയ്യുക, VCC നേരെ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുക, ട്രിഗർ നേരെ 9ലേക്ക് കണക്ട് ചെയ്യുക, എക്കോ നേരെ 10ലേക്ക് കണക്ട് ചെയ്യുക. കേട്ടോ, സാധിക്കും കേട്ടോ. ആ എന്നിട്ട് സെർവോ മോട്ടറിന്റെ VCC നേരെ 3.3 വോൾട്ട് കണക്ട് ചെയ്യുക, ആൻഡ് ഗ്രൗണ്ട് നേരെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക, സിഗ്നൽ പിന്നെ നേരെ 3ലേക്കും കണക്ട് ചെയ്യാം. ഓക്കെ, സതികേ ഓക്കെ അല്ലേ? അവനീഷ് ഓക്കെ അല്ലേ? എന്തിടാ സെർവോ മോട്ടറിന്റെ സിഗ്നൽ പിന്നെ നേരെ 3ലേക്ക് കണക്ട് ചെയ്യാം. സെർവോ മോട്ടർ എങ്ങനെ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യേണ്ടത്? ബ്രെഡ് ബോർഡിലേക്ക് എന്തിനാ കണക്ട് ചെയ്യുന്നത്? സോറി, അൾട്രാസോണിക് സെൻസർ മെയിൽ ടു ഫീമെയിൽ ഉപയോഗിച്ചോണെങ്കിൽ മെയിൽ ടു ഫീമെയിൽ ചേമ്പർ വരല്ലേ, അതുകൊണ്ടെങ്കിൽ ഉപയോഗിച്ചോ. അതല്ല, അപ്പം ഏത് പിന്നില് ഇപ്പൊ നമ്മ 4 പിന്നില് മറ്റേ യൂസ് ചെയ്യില്ല, റൗഡിനെ കുത്തൂലേ? ഇപ്പൊ സാറ് പറഞ്ഞ അൾട്രാസോണിക്കില് 4 പിന്നില്ലേ, അത് നമ്മ റൗഡിനോലേക്ക് കണക്ട് ചെയ്തേ. അപ്പൊ ഇതെങ്ങനെ നമ്മ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യല്? ബ്രെഡ് ബോർഡിൽ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഇതാ കാണുന്നില്ലേ, ഇവിടെ കണക്ട് ചെയ്യാം, അതിനനുസരിച്ച് വയറെടുക്കാം. കാണുന്നില്ലേ? സ്ട്രെയിറ്റ് ആയിട്ടാ? ആ സ്ട്രെയിറ്റ് ആയിട്ട് കേട്ടാ. ഓക്കെടാ. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് വയറ് കൊടുത്തൂടെ? ആ കൊടുക്കാം, കുഴപ്പമില്ല. ഈ ബ്രെഡ് ഞാൻ എന്താക്കണ്ടേ? ആ നീ ഇവിടെ സൗണ്ട് സെൻസർ ആണെങ്കിൽ നോക്കിക്കോടാ കേട്ടാ. ChatGPT ഉപയോഗിച്ച് സൗണ്ട് സെൻസർ. ഓക്കെ, ഞാൻ പറയുന്നില്ലേ, നീ സൗണ്ടിനനുസരിച്ച് LED കത്തിക്കുന്നതായിരിക്കും. അത് ചെറിയ സൗണ്ട് ആകുമ്പോൾ 2 LED മാത്രം കത്തും. ആ ഒരു വോളിയം ഇതില്ലേ, മറ്റേ ആ ഒരു LED വേവ് ഇല്ലേ, അതാക്കാൻ പറ്റുന്നുണ്ടോ ChatGPT ഉപയോഗിച്ചിട്ട്?
ഓക്കെ. ഓക്കെ വി സീസും ചെയ്യേണ്ടി മാറില്ലേ നോക്കണേ. ഓക്കെ ഓക്കെ. ചേട്ടാ എക്കോ എങ്ങനെ കണക്ട് ചെയ്യണ്ടേ? എന്തിടാ എന്താ ദേവത്തെ? എക്കോടെ കണക്ഷൻ എവിടെയാ? അപ്പൊ നീ കുറിച്ചെടുത്തില്ല. എക്കോ നേരെ 10 പിന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ട്രിഗർ നേരെ 9ലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. സെർവോന് സിഗ്നൽ നേരെ 3ലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെടാ. സെർവറിന്റെ ഏതെല്ലാം വേലത്തേക്ക്? സെർവോന്റെ GND നേരെ GNDയിലേക്ക്, VCC നേരെ 3.3 വോൾട്ടിലേക്ക്, സിഗ്നൽ നേരെ 3 എന്ന പിന്നിലേക്ക്. 3 ബ്രൗണ് GND അല്ലേ? ആ. അപ്പൊ റെഡ് VCC. ചെയ്തോ? സാർ അൾട്രാസോണിക് സെൻസറിന്റെ സെർവോ മോട്ടറിന്റെ VCC ഗ്രൗണ്ടും സിഗ്നൽ ഏതാണ്? അപ്പൊ നീ സെർവോ മോട്ടറിന്റെ ക്ലാസ്സിൽ ഉണ്ടായില്ല? ഉണ്ടായി മറന്നു. ആ അങ്ങനെ മറന്നൂടാ. യെല്ലോ ഗ്രൗണ്ട് അല്ലേ? യെല്ലോ സിഗ്നലാണ്, ബ്രൗൺ കളറ് ഗ്രൗണ്ട് ആണ്, റെഡ് കളർ VCC ആണ്. മാറിപ്പോവല്ലേ? ഓക്കെ ഓക്കെ. കണക്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയിടാം. ആ കോഡാപ്പുള്ളതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി. ഏത് കോട മുമ്പ് ചെയ്ത കോട?
ഏത് കോഡ്? ഞാനിപ്പോ അയച്ചതാ, ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ടല്ലോ. അതെയോ? ആ നോക്കട്ടാ. ഇഫ് ഡിസ്റ്റൻസ് ആടാ. If distance is less than or equal to 0, ആ പാരലിൽ ഒരു ചിഹ്നം വന്നിട്ടുണ്ട്. പാരലൽ അതെ, ആൻഡ് എന്നല്ലേ ഉദ്ദേശിക്കുന്നേ? നീ എവിടെ? വാട്സപ്പില് ഒരു പാരലിലെ ചിഹ്നം കാണിക്കുന്ന ചിഹ്നം വന്നിട്ടുണ്ടല്ലോ. പാരലൽ ആ ഡബിൾ സ്ലാഷ് ആ അത് അതാ ഉദ്ദേശിക്കുന്നത്, മറ്റേ ഡബിൾ ആൻഡാ. എടാ അത് കമന്റ്സ് ആടാ. അപ്പൊ നീ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല? കമന്റ്സ്? ഓ അല്ലല്ല, അത് 90 ഡിഗ്രി തന്നെ ഉണ്ട്. ഈ സ്ലാഷ് ടൈപ്പ് അല്ല, ഡബിൾ സ്ലാഷ് അല്ല, കമന്റ്സ് അല്ല. അത് ചെക്ക് ചെയ്തല്ലോ. എവിടെയാ? വാട്സപ്പില്. അത് മനസ്സിലായതല്ല. ഇഫ് ഡിസ്റ്റൻസ് ലെസ് ദാൻ ഈസ് ഈക്വൽ ടു 0 എന്നിട്ടുള്ള 2 വരെയാ ഉദ്ദേശിക്കുന്നത്. കുട്ടിയുടെ അതോ ഓറാണ്. അത് ഞാൻ പറയാം, കോഡിന്റെ എക്സ്പ്ലനേഷൻ ആക്കാം. ഞാൻ ഫസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ഓക്കെ സതീജ, എനിക്കില്ലേ നിങ്ങളൊന്ന് ചെയ്യാമെന്ന് പറയാൻ പറ്റുമോ? എനിക്കില്ലേ നമ്മുടെ ജൂനിയർ ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു ഓവർവ്യൂ വേണമായിരുന്നു. അപ്പം സഫാന പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കൊരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതൊന്ന് ചോദിക്കാനുണ്ടായിരുന്നു. എപ്പോഴേക്കും നിങ്ങൾ ചെയ്യാവുന്നത്? അല്ല, ആ ലൈൻ ടൈപ്പ് ആക്കല് ഏത്? ഓർ ഷിഫ്റ്റ് പ്ലസ് മറ്റേ ഇതിന്റെ എൻട്രന്റെ മീത്തൊരു കീ ഇല്ലേ, ഷിഫ്റ്റ് പ്ലസ്. അതെനിക്ക് ഷിഫ്റ്റ് പ്ലസ്. എടാ നിങ്ങൾ ടൈപ്പ് ആക്കുവാണല്ലേ? ഓക്കെ. ഹലോ, ഞാൻ സെർവോ മോട്ടർ വർക്കാവുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്തു. അപ്പൊ പിന്നെ ആ ഓറഞ്ച് കളറിലെ ആ വയറ് ഏത് പിന്നിലേക്കാണ് നടത്തേണ്ടത്? അത് സിഗ്നൽ വയറല്ലേ? 3 നീ കോഡ് നോക്കി. കോഡിൽ എഴുതിയിട്ടുണ്ടല്ലോ സെർവോ ഡോട്ട് അറ്റാച്ച് 3. എന്താ അലന്തേവേ? എന്താടാ കേൾക്കുന്നില്ല. അപ്ലോഡ് ആക്കിയോ? ഇതിന് ഞാൻ പറയാം, ആദ്യത്തെ വർക്കായി. ഓക്കെ, ദേവനക്കായില്ലേ? ദേവന
ഞാൻ കോൾ ടൈപ്പ് ആക്കുന്നത്രേ. ഓ ഞാൻ മുമ്പേ വർക്കായിട്ടുണ്ടാവും. മുണ്ടണേ ആഴ്ച പറയണേ. ഹലോ, യെസ്. ഞാൻ കുറച്ച് ലേറ്റായി. ഇന്നെന്താ ആ ആദ്യം നമ്മൾ ഇന്ന് സെർവോ മോട്ടറും അൾട്രാസോണിക് സെൻസറും വെച്ചാണ് ചെയ്യുന്നത്. അതായത് ഡിസ്റ്റൻസിനനുസരിച്ച് സെർവോ മോട്ടർ കറങ്ങും. ആ അപ്പം അൾട്രാസോണിക് സെൻസർ ഇന്നലെ കണക്ട് ചെയ്തത് കണക്ട് ചെയ്യുക. സെർവോ മോട്ടറിന്റെ സിഗ്നൽ 9ലേക്ക് ലേക്ക് കണക്ട് ചെയ്യുക. കൂടെ ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അപ്ലോഡ് കേട്ടോ. ആ ഏതാ? ഓ ആദ്യം ഒന്ന് മ്യൂട്ട് ആക്കട്ടെ. ഞാൻ മ്യൂട്ട് ആക്കാം. ആ പറ. സെർവോ മോട്ടറിന്റെ VCC. ആ അങ്ങനെ 5 വോൾട്ടിലെ കണ്ട് ചെയ്തോ. നീ റെഡ് വയർ തന്നെയല്ലേ കൊടുത്തത്, ഉറപ്പല്ലേ? ആ എന്നാ 5 വോൾട്ടിലെ കണ്ട് ചെയ്ത് നോക്കിക്കോ. ആ എന്നാ 5 വോൾട്ടിലെ കണ്ടായിക്കോ, കുഴപ്പമില്ല കേട്ടോ. എന്താ വർക്കായിട്ടാ? എന്താ കണക്ഷൻസ് ഒക്കെ ഓക്കെ ആണോ? കണക്ഷൻസ് ഓക്കെ. VCC സെർവോന്റെ റെഡ് കളർ വേറെ എവിടെ ഉണ്ട്? ആഗ്നേ ഇപ്പൊ പറയാം. ഞാൻ ഇപ്പൊ കേറിയതാ. എന്താ പഠിപ്പിച്ചത് ഒന്ന് പറയോ? ഇതാരാ? ഓക്കെ നവദേവ്. നമ്മിപ്പം അൾട്രാസോണിക് സെൻസറും സെർവോ മോട്ടോർ മെഷീനിലെ പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. അപ്പം ഇന്നലെ പഠിപ്പിച്ച പോലെ തന്നെ അൾട്രാസോണിക് സെൻസർ കണക്ട് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ സെർവോ മോട്ടോർ കണക്ട് ചെയ്യുക. ഇവിടെ സെർവോ മോട്ടറിന്റെ പിന്നെ 3ലേക്കാണ് കണക്ട് ചെയ്യുന്നത്. കോഡിയൻ ഗ്രൂപ്പിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ. മറ്റേ വോയിസ് സെറ്റപ്പില് ഔട്ട്പുട്ടിനും ഇൻപുട്ടിനും സ്പേസ് ഉണ്ടോ? സ്പേസ് കൊടുത്താൽ കുഴപ്പമില്ലടാ. ആ ഓക്കെ. ആ കോമൺ ഉണ്ടാവണമെന്നില്ല. ഓക്കെ. ഇതിന്റെ VCC 5 വോൾട്ടിലല്ലേ? അതിന്റെ അൾട്രാസോണിക് സെൻസർ. എന്നിട്ട് സെർവോ മോട്ടർ 3.3 അല്ലേ? ആ സെർവോ മോട്ടർ കറങ്ങുന്നതിനനുസരിച്ച് കിട്ടുള്ളൂ. മുമ്പ് എനിക്ക് കറങ്ങിയ 3.3 ആയിരുന്നു. അപ്പൊ 3.3. ഇതിങ്ങനെ വർക്ക് ചെയ്യും കേട്ടോ. അത് നോക്കിക്കോ. അതിന്റെ കോഡ് ജസ്റ്റ് മാറ്റി നോക്കട്ടെ. വേറെ എന്തെങ്കിലും കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ളത് പോയിരുന്നു നോക്കാലോ.
അത് ജീവിക്കില്ലടാ, ക്ലാസിക്കില്ലേ. പിന്നെ ഞാൻ ആദ്യത്തെ ഒരു ചോദിച്ചിട്ട് നോക്കിയിട്ട് പറയാൻ ആഗ്രഹമുണ്ട്. ക്ലാസിക്ക് നോക്കുന്ന യൂട്യൂബ് ക്ലാസ്സിൽ നോക്കാം. അതൊക്കെ പണിയാടാ അത് ക്ലാസിക്ക്. അങ്ങനെ ബൈക്കിന് ചെയ്യുന്നല്ലേ ഇത് നമ്മ കൈ ബാക്കിലേക്ക് വരുമ്പോ ആന്റി ക്ലോക്ക് വൈസ് കറക്കണം. അതെടാ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ്. ഓക്കെ കൃത്യാന്നില്ല ഒരു കുറച്ച് കൃത്യാകും. വൃത്തിയാവില്ല അതിനുണ്ട് സമയം പറഞ്ഞു. സെർവോ മോഡില് ബ്രൗൺ ചെയ്യേണ്ടിയല്ലേ? യെസ് 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 ആണ്. മറ്റേ ചേട്ടി ടൈം ഔട്ട് അറ്റ് കഴിഞ്ഞിട്ടില്ലേ? ആ ആ അവിടുത്തെ കഴിഞ്ഞ സിമ്പിൾ ഒന്ന് നോക്കുക. എന്താടാ ഞാൻ വിളിക്കാം എന്താ ചെയ്തത്തെ ആ ടൈം ഔട്ട് ആയില്ലേ? ടൈം ഔട്ട് ടൈം ഔട്ട് അറ്റ് അതിന്റെ ഇത് അടുത്തായിട്ട് ആ സിമ്പിൾ എങ്ങനെ ഇടുക? ടൈം ഔട്ട് നിങ്ങൾ ഓടിയ കാലം പറയുന്നേ ടൈം ഔട്ട്. എടാ ഓക്കെ ഓക്കെ അതൊന്നും വേണ്ട കേട്ടോ, അത് വേണ്ട. ടൈം ഔട്ട് മാത്രം മതി. ഓക്കെ ഓക്കെ അത് കമന്റ്സ് അല്ലേടാ, അത് വേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ ഇത്ര ടൈം മതിയില്ലേ? ഓക്കെ അപ്പം ഞാൻ നിങ്ങൾ എന്താണ് സംഭവം എന്താ അറിയോ, നിങ്ങൾ ആരും കോപ്പി പേസ്റ്റ് ചെയ്യുന്നില്ല, എല്ലാവരും ടൈപ്പ് ആക്കുന്ന കേട്ടോ. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഞാനല്ല നിങ്ങളിപ്പോൾ കോപ്പി പേസ്റ്റ് ആക്കുന്നുണ്ട് ഇടക്കിടന്ന്. ഞാൻ വേറെ ഫോണാ ക്ലാസ് കേൾക്കുന്നൊന്നില്ല ചെയ്യുന്നൊന്നില്ല വേണ്ട. അല്ല അങ്ങനെ തന്നെ ചെയ്തോളൂ. ഞാൻ നിങ്ങളെ കുറ്റം പറയാൻ അല്ല, ഇതാക്കുന്നതാണ്, പ്രശംസിക്കുകയാണ്. അങ്ങനെ ഞാൻ ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ ടൈപ്പിംഗ് നോക്കേണ്ടി വരൂടാ. ഓക്കെ അതിലെന്തായി ഞാൻ വേറെ പ്രൊജക്ട് ചെയ്യാം. അതെ അത് മനസ്സിലായി. അതെന്തായി ചെയ്യുന്നുണ്ട്. ചാറ്റ് പോയിരിക്കാം. ഈ സെർവോന് യെല്ലോ വാര് 3-ലേക്കല്ലേ കൊടുക്കണ്ടേ? ശ്രീനന്ദ് ബ്രോ ഹലോ, നമ്മള് ഇന്നലെ ആക്കിയ കോഡില് ഡിഫൈനിലാണ് ഏറ്റവും വോയിഡ് സെറ്റപ്പിന് മേലെയാണ് ലോങ് ഡ്യൂറേഷൻ പിന്നെ ഇന്റിജർ ഡിസ്റ്റൻസും കൊടുത്തത്. പക്ഷെ ഇന്ന് ലൂപ്പില് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഡിഫറൻസ് ഇല്ല. മറ്റേത് നല്ല നീറ്റാണ്, ഇത് നീറ്റ് അല്ലാന്ന് വിചാരിച്ചാൽ രണ്ട് സെയിം വർക്കിംഗ് ആണ് ടോട്ടൽ കേട്ടോ. നമ്മൾ സാധാരണ അങ്ങനെയും ചെയ്യാറില്ല. നമ്മൾ സാധാരണ ഇവിടെ കണ്ട ലോങ് ഡ്യൂറേഷൻ ലോങ് ഡിസ്റ്റൻസ് കണ്ട, അതിന്റെ പകരമായിട്ട് ഇവിടെ എഴുതലുണ്ട് ലോങ് ഡിസ്റ്റൻസ് ലോങ് ഡ്യൂറേഷൻ. അത് അതിന്റെ നീറ്റ്നെസ് നോക്കുന്നതാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. സെയിം വർക്കിംഗ് അറിയാം. ഏതൊക്കെ അറിയാം? ആ ഓക്കെ അല്ലേ? വർക്കിങ്ങിന്റെ വീഡിയോ ഗ്രൂപ്പിലാണേ. വാ മാച്ച് അടിക്കാം. നീ ട്യൂബായിട്ട് വേണോ? ഇതിൽ ടൈം എടുക്കും. സെയിം പ്രിൻസിപ്പിൾ ആണെങ്കിൽ ടൈം എടുക്കും.
ഓക്കെ 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 അങ്ങനെ എന്നാലും നോക്കാം. ഓക്കെ. ഈ പുതിയ സ്കെച്ച് എടുക്കുമ്പോൾ CMD ഓപ്പൺ ആവുന്ന നോർമലാണോ? എന്താടാ ആർഡുവിന് ID ആപ്പ് ഓപ്പൺ ആക്കില്ലേ, ആ, അപ്പൊ ഒരു ന്യൂ സ്കെച്ച് എടുക്കുമ്പോൾ ആ. CMD ഒരു 3 seconds പോപ്പപ്പ് ആവും. അല്ലല്ല അത് normal ആ? മേ ബി അല്ലല്ല നോർമൽ അല്ല. അത് മേ ബി ഒന്നെങ്കിൽ നിന്റെ ലാപ്ടോപ്പിന്റെ വൈറസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റിന്റെ ഇഷ്യൂ ആയിരിക്കാം. വൈറസ് ആയിരിക്കാനാണ് ചാൻസ്. ആർഡുവിന് ആപ്പ് ഓപ്പൺ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ആണോ? അന്ന് കുഴപ്പമില്ലായിരിക്കും, അന്ന് കുഴപ്പമില്ലായിരിക്കും. ഓക്കെ. നീ ഒന്ന് നോക്കിക്കോ വിൻഡോസിന്റെ അപ്ഡേറ്റ്. മറ്റേ വേൾഡ് കപ്പില് ഡ്യൂറേഷൻ കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ട് ഈക്വൽ ടു ഡ്യൂറേഷൻ സ്പേസ് എടുത്താൽ ഇത്രയും കുഴപ്പമൊന്നുമില്ല. സ്പേസ് എടുത്തോളൂ. ആ ഓക്കെ ഋതുരാജ് സെറ്റല്ലേ? വെച്ചിട്ടുണ്ട്. എടാ ഓ നിന്റെ മാജിക് ആണോ? ഓ മാജിക് ക്യൂബ് ആണോ? ആ മിറർ. എന്റെ 3x3 ആണ്. മിറർ എന്നെ ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. ഇപ്പൊ ഞാൻ 4x4 ഉണ്ട്. 4x4 എന്റെ താഴെയുള്ള ഞാൻ ഇട്ടിട്ട് ഇത് ശരിയാക്കുമ്പോ എനിക്ക് ലാസ്റ്റത്തെ ഋതുരാജ് പോയാ ഇല്ല. എടാ ലാസ്റ്റത്തെ ആ ഒരു എന്താ ഇതിന്റെ ഇത് മാത്രം മാറിയിരിക്കുമ്പോ ഉള്ളൊരു ഇതില്ലേ, അത് എററല്ലേ? എന്താ എന്താ അദ്ദേഹം എന്താ അല്ലേ എന്താടാ പാരിറ്റി എറർ അല്ലേ? ഒന്നുകൂടെ. പാരിറ്റി എറർ എന്നാണോ അങ്ങനെ എന്താന്ന് അതിന് പറയുന്നത്? ആ ആണ്. അത് വലിയ ലെങ്തി വേണ്ടി തരാം. അത് മാത്രമേ ഞാൻ പഠിച്ചില്ല. അത് മാത്രമേ എനിക്കും കിട്ടാതില്ല. അത് ഇടക്കിടക്ക് മറന്നു പോകും. ഇടയ്ക്കിടയ്ക്ക് മറന്നു നോക്കാൻ. ബാക്കി ഏതൊക്കെയാണ്? ബാക്കി സ്മൂത്ത് ആയിട്ട് ചെയ്യും. അതെ അതെ. ലാസ്റ്റ് ഒരു മൂവ് ഞാൻ അധികം മറക്കാറുണ്ട്. ഇതിപ്പോ പെട്ടെന്നാവും. പ്ലസ് പെട്ടെന്ന് അത് പറയുന്നത് നോക്കാം. ആടെ പറ ഇതാവുന്നില്ല. എന്താ ഇത്? GMD ചെയ്യുമ്പോ ഓക്കെ അതിന് ഓഫ് ആവുന്നാ? ഷോർട്ടാണ്. നീ എന്ത് കണ്ടുമ്പോ സെർവോ മോട്ടർ കണ്ടുമ്പോഴാണോ? അതെ അതെ. ആ സെർവോ മോട്ടറിന്റെ മറ്റേ എന്താ ബ്രൗൺ കളറിനല്ലേ നീ GMD കണ്ടതേ? അതെ. റെഡ് കളർത്തെ വയറോ? അത് 3-ലേക്കാണ്. റെഡ് കളറല്ലേടാ 3-ലേക്ക്. ഓറഞ്ച് യെല്ലോ കളർ 3-ലേക്ക്. ഓറഞ്ച് വയർ 3-ലേക്ക്, ബ്രൗൺ കളർ GMD-ലേക്ക്, റെഡ് കളർ 3.3 വോൾട്ടിലേക്ക്. ഓക്കെ നോക്കണേ. അങ്ങനെ ചെയ്തോ. ഇപ്പൊ ഷോർട്ട് ആയിരിപ്പോ അതിന് വർക്കാവുന്ന കിട്ടി. ബ്രൗൺ കളർ GMD അല്ലേ? ആ മാറിപ്പോകല്ലേ? ഞാനിപ്പോ പ്ലസ് ആയിട്ട് നിൽക്കല. ഓക്കെ നമുക്ക് ഏതായാലും കോഡിന്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഓക്കെ ലാസ്റ്റ് 2 മിനിറ്റ് എടാ നീ ചെയ്തോടാ കേട്ടോ. ഞാൻ ഏതാ കോഡിന്റെ എക്സ്പ്ലനേഷൻ കോഡ്. ഓക്കെ ഇതിൻ്റെ ടൈപ്പ് ഒരു 9:16 ഓക്കെ വേഗം. ഓക്കെ ഇനി മുതൽ മറ്റേ ഇതിൻ്റെ നെക്സ്റ്റ് സെഷൻ തുടങ്ങുന്ന ആ ടൈം മുതൽ
ഞാൻ കോഡ് തരില്ല കേട്ടോ, ഞാൻ കോഡ് തരില്ല. കോഡ് നിങ്ങൾ അല്ലെങ്കിൽ ChatGPT ജനറേറ്റ് ആക്കണം. ഓക്കെ ഓക്കെ. സാറിട്ട കോഡില് മറ്റേ വേർഡ് ലൂപ്പില് മറ്റേ റീഡ് എക്കോ ടൈമർ കൺവേർട്ട് ടു CM ഇല്ലേ, അതിന്റെ ഡ്യൂറേഷൻ പൾസ് L എന്നാണോ പൾസ് I എന്നാണോ? I എന്നാണ്. പൾസ് ഇൻ I ക്യാപിറ്റൽ ലെറ്റർ I. യോ നിക്ക് അതിന്റെ താഴേക്ക് ടൈപ്പ് ആക്കാനുണ്ടോ? ആ അയ്യോ എന്റെ വർക്കാവുന്നില്ല, എന്റെ കറക്റ്റ് ആയിട്ടോ വർക്കാവുന്നില്ല. വർക്ക് ആവുന്നില്ല. നിന്റെ സീരിയൽ മോണിറ്ററിൽ എന്താ കാണിക്കുന്നത്? അതില് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ടോ? ഉണ്ട്. റെഡ് വയർ എവിടെ കണ്ടത്? റെഡ് വയർ 3.3 അത് 5 വോൾട്ട് കണ്ടിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? സെർവർ അനക്കേ ഉണ്ടായില്ല. ഇല്ല, സെർവറിൽ എനിക്കില്ല. അമ്മ അല്ല, അത് സൗണ്ട് കേൾക്കുന്നു, ടിക് 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 ടിക്. കേൾക്കുന്നുണ്ടോ? 5 വോൾട്ടിൽ കണക്ട് ചെയ്ത് നോക്കൂ കേട്ടോ. 5 വോൾട്ടിൽ കണ്ടിട്ടുണ്ടല്ലോ. എടാ നീ 3 എന്നെ കണക്ട് ചെയ്തത്? 0 1 2 3 എന്നെ കണക്ട് ചെയ്തത്? എടാ അതേ നീയല്ലേ എടുപ്പോ മറ്റേ മാറിക്കുത്തിയത് നീയല്ലേ? അതെ. ആ നീ ഒന്നുകൂടെ ടെസ്റ്റ് ആക്കട്ടെ. എനിക്കൊരു ഉറപ്പ് പറയാൻ കഴിയും ഇപ്പൊ സെർവർ വർക്ക് ചെയ്യുന്നു. അങ്ങനെ മാറിക്കൊക്കാൻ പാടില്ല. ആ സെയിം ഇഷ്യൂ നമ്മുടെ അതുലിനായതായിരിക്കും, അതുകൊണ്ടായിരിക്കും അത് വർക്കാവാത്തത്. മനസ്സിലായോ? ഇപ്പൊ അവന്റെ വർക്കാണ്, തീരെ വർക്കാവുന്നില്ല. ഇഫ് ഡിസ്റ്റൻസ് അതെല്ലാം ഇല്ലേ, അതിൽ 200 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇല്ലേ? ഇല്ല ഇഫ് കണ്ടീഷൻ ഫുൾ സ്റ്റോപ്പ് ഇല്ല. ഞാൻ ഇഫ് കണ്ടീഷൻ പഠിപ്പിക്കാൻ നീ എവിടെ പോയി? ഇഫ് കണ്ടീഷൻ പഠിപ്പിക്കാൻ നീ എവിടെ പോയത്? ഞാൻ ആ ക്ലാസ്സിൽ നേരത്തെ ലെഫ്റ്റ് ആയിരുന്നു, കുറച്ച് കേട്ടിന് ഞാൻ. ഇഫ് കണ്ടീഷനിൽ അതില്ലടാ, അത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? എന്താടോ? എന്ത് ചേഞ്ചസ്? സീരിയൽ മോണിറ്ററിൽ എന്താ കാണിക്കുന്നത്? സീരിയൽ മോണിറ്ററിൽ എന്താ കാണിക്കുന്നത്? സീരിയൽ മോണിറ്ററിൽ എന്താ കാണിക്കുന്നത്? ദൈവത്തെ ഔട്ട് ഓഫ് റേഞ്ച്. ഇനി അൾട്രാസോണിക് സെൻസറിന് മുമ്പിൽ കൈ വെക്കറോ പോയിട്ട്? അപ്പോഴോ അൾട്രാസോണിക് സെൻസർ ഇല്ലേ, അതിന് മുമ്പിൽ പോയി കൈ വെക്കറോ? അപ്പൊ എന്താ കാണിക്കുന്നത്? ഔട്ട് ഓഫ് റേഞ്ചാ? ആ നീ അൾട്രാസോണിക് സെൻസറിന്റെ VCC എവിടെ കണ്ടത്? കറക്റ്റ് ആണോ അത്? നോക്കിയേ, നേരെ നോക്കി. ട്രിഗറോ? ട്രിഗർ എവിടെ കണ്ടത്? ആ 10-ലേക്കല്ലേ കണ്ടത്? അല്ല, ട്രിഗർ 9-ലേക്കാണ്, എക്കോ ആണ് 10-ലേക്ക്. മറികുത്തി അത് നേരെ കണ്ടതേ. അപ്പൊ ശരിയാവും കേട്ടോ. ഈ സീരിയൽ മോണിറ്ററിൽ ഒരു മെസ്സേജ് എന്തോ സംഭവം കാണിക്കുന്നില്ല. ഏതാ സീരിയൽ മോണിറ്ററിന്റെ മേലെ മെസ്സേജ് എൻഡർ ടു സെൻഡ് മെസ്സേജ് ടു അപ്ഡേറ്റ്. നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ സീരിയൽ മോണിറ്ററോട് അപ്ഡേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്താടാ? എന്താ ദൈവത്തെ?
ഒന്നുമില്ല. ഓക്കെ മതിയില്ലേ 9:30. അപ്പൊ എടാ 1 മണിക്കൂർ സമയം തന്നോടോ ആവാ. എന്നിട്ടും വരുന്നില്ല. എന്താ എന്നിട്ടും വരുന്നില്ല. നീ GND എവിടെ കണ്ടത്? ചെയ്യണ്ടീട്ടല്ലേ? ഉറപ്പാണോ? നോക്കിയൊന്ന്. ഉറപ്പാ. നീ മറ്റേ അർഡിനോന്ന് റിസെറ്റ് ബട്ടൺ ഞെക്കറോ? അർഡിനോന്റെ റിസെറ്റ് ബട്ടൺ ഞെക്കറോ? അതെവിടെയാ? ആ ഓക്കെ. അപ്പൊ നീ ക്ലാസ് ഒന്നും കേൾക്കുന്നില്ല. അദ്ദേഹത്തെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടോ? അത് ക്ലിക്ക് ചെയ്യ്. പിന്നെ ചെക്ക് ചെയ്തേ. ചെയ്തു. അപ്പോഴോ അതിന്റെ അടുത്തേക്ക് കൈ പിടിക്ക്. അതിന്റെ അടുത്തേക്ക് കൈ പിടിക്ക്. ഒന്നിനും വരുന്നില്ല. നിന്റെ കണക്ഷനിലത് എവിടേക്ക് കയറായിരിക്കും? നീ ഇല്ല കണക്ട് ചെയ്തതിന്റെ ഫോട്ടോ നോക്കറോ എനിക്ക്? ഔട്ട് ഓഫ് റേഞ്ച് തന്നെയാണോ കാണിക്കുന്നേ? നീ കണക്ട് ചെയ്തതിന്റെ ഫോട്ടോ വെച്ചാൽ എനിക്ക് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കൊന്ന് കോഡിങ് സെക്ഷനിലേക്കും കടക്കാന്ന്. എന്താ ആ ഓക്കെ, അപ്പം നമുക്കൊന്ന് കോഡിങ് സെക്ഷനിലേക്കൊന്ന് കടക്കാം. കോഡ് കാണുന്നില്ലായിരിക്കും. അപ്പം ഞാൻ പറയുന്ന ഒരാൾ ഈ കോഡ് എക്സ്പ്ലെയിൻ ആക്കണം. ഓക്കെ ഓക്കെ, ഞാൻ റാൻഡമായിട്ട് ഞാൻ സെലക്ട് ആക്കില്ല. ഞാൻ നമ്മൾ ChatGPT സെലക്ട് ആക്കാൻ പറയാം. അതൊക്കെ പറ്റും. ഞാനാക്കി വ്യക്തി വൈരാഗ്യം അല്ല ഇത് ടൈപ്പ് ഒന്നുമില്ല. അതിന് കോപ്പി ആക്കാൻ പറ്റുന്നില്ല അല്ലേ? അതായിരിക്കും നല്ലത്. അതാണ് ഞാൻ പാലിച്ചത്. ഗ്രേറ്റിംഗ് മെന്റാലിറ്റിനാ. ഓക്കെ, ധാന്യക്കലയുടെ കാണുന്നില്ലേ? ഫസ്റ്റ് അറിയില്ലത് ഞാനല്ല. ഇവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത്. ആദ്യ ശേഷമായിരിക്കും ഫസ്റ്റ് തുടങ്ങുന്നത്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെയൊക്കെ വരുന്നത്. അങ്ങനെ ടോട്ടൽ 16 ആൾക്കാരുണ്ട്. ഓക്കെ, ഞാൻ ChatGPT പറയാന്ന്. റാൻഡം നമ്പർ ഫ്രം 1 to 16. 11 നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. രാജു എന്നാരാ? ആർണവേ ഒന്ന് എക്സ്പ്ലെയിൻ ആക്കിയടാ. ആർണവേ നിന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അമ്മ? എന്നാ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ ഇല്ലേ നാളെ നൈറ്റ് വിളിക്കാം കേട്ടോ. ഞാൻ 2 ദിവസം സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലടാ. ഞാൻ കുറെ ഓട്ടത്തിലായിരുന്നു കേട്ടോ. ഞാൻ വിളിക്കാവേ. ഓക്കെ, പിന്നെ നീ കോഡ് എക്സ്പ്ലെയിൻ ആക്കേ. അർണവേ ആദ്യം തൊട്ടുള്ളതല്ലേ? ആദ്യം തൊട്ടുള്ള ഇത് നമ്മൾ ഇന്നത്തെ കോഡില്ലേ? കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? ഈ കോഡ് മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ആക്കണം. എന്താ ഇതിൽ പറയുന്നതെല്ലാം. ഇതിന്റെ അകത്ത് ഫ്രിഡ്ജ് പിന്നിലേക്ക് 9 കുത്തിയിട്ട് പിന്നെ അടുത്തത് എക്കോ പിൻ 10 പിന്നെ servo.h ഇതിന്റെ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന സെർവോ മൈ സെർവോ എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഡിഫൈൻ. പിന്നെ വോയിഡ് സെറ്റപ്പില് 9600 സീരിയൽ ബിങ് ആണ് ഉള്ളത്. 900 അങ്ങനല്ല, 9600 എന്താ അതിന് പേരുണ്ട്? എന്താ അറിയോ? അറിയില്ല. അതിന്റെ പേരാണ് ബോർഡ് റേറ്റ് കേട്ടോ. ബൗഡ് റേറ്റ് കേട്ടോ. ബോർഡ് റേറ്റ് BAUD ബൗഡ് റേറ്റ്.
അതായത് ആ കമ്മ്യൂണിക്കേഷൻ സ്പീഡാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ. ഒരു മിനിറ്റടാ ആർണവേ. ദേവദത്തെ പറയടാ. കണക്ഷൻസ് അയച്ചിട്ടുണ്ട്. നോക്കട്ടെ ഞാൻ. ആർണവ് പറയും. അടുത്തത് ഈ ട്രിഗ് പിന്നിനെ കുറിച്ച് നമ്മള് പിൻമോഡ് പറയുകയാണ്. എന്നുവെച്ചാൽ അത് ഔട്ട്പുട്ട്, പിന്നെ എക്കോ പിന്നെ ഇൻപുട്ട് കൂടിയാണ്. അടുത്തത് മൈസർവോ അറ്റാച്ച്, മൈസർവോ ഇത് 3ലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. വോയിഡ് ഡിജിറ്റൽ ഓഫ് ആവുന്നത് കേൾക്കുന്നില്ല. അങ്ങനെ വെച്ചാൽ ഇപ്പം വോയിഡ് ലൂപ്പില് ട്രിഗ് പിന്നെ ഓഫ് ആവുന്നതായിട്ടാണ്. എന്നുവെച്ചാൽ മൈക്രോസൗണ്ട്സ് 2 എന്ന് വെച്ചാൽ അവിടെ എന്താ ഇത് റെപ്രസെന്റ് ചെയ്തത്? 2 മൈക്രോ സെക്കൻഡ്സ് ആണ്. അവൻ നെറ്റിന് ഇഷ്യൂ ഉണ്ടോ തോന്നുന്നുണ്ട്. ചെറുതായിട്ട് പ്രശ്നമുണ്ട് ഇവിടെ നെറ്റിന്. ഇത്ര ഓക്കേടാ, ഇത്ര മതി കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, ദാറ്റ്സ് നൈസ്, ദാറ്റ്സ് ഇൻക്രെഡിബിളി നൈസ്. ലൈക്ക് നീ ഈ സെർവോൻ്റെ കാര്യം എല്ലാവർക്കും ഇത്രത്തോളം നന്നായിട്ട് മനസ്സിലാവുന്ന ഞാൻ മനസ്സിലായില്ല. ഈ 12th പഠിച്ച എനിക്ക് ഫസ്റ്റ് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സാധനം. നിങ്ങൾക്കത് മനസ്സിലായി. ഗ്രേറ്റ്. അടുത്തത് അങ്ങനെയാണ്, ഒരാളെ കൊണ്ട് മാത്രം പഠിപ്പിക്കില്ല. നെക്സ്റ്റ് വർക്ക് ചെയ്യില്ല. നീ കണക്ഷൻസ് ഉണ്ടെങ്കിൽ ഇഷ്യൂ ആയിരിക്കും. എന്താ കണക്ഷൻസ് ഒക്കെ ഞാൻ നോക്കി. വേറെ USB പോർട്ട് നോക്കണം. വേറെ USB പോർട്ട് നീക്ക് അപ്ലോഡ് ചെയ്തേ കോഡ്. പിന്നെ നീ USB പോർട്ട് നോക്കണം. അങ്ങനെയല്ല, നീ കണക്ഷൻസ് ട്രിഗറും എക്കോയും നേരെ കണക്ട് ചെയ്തിട്ട് നോക്ക്. VCCയും GNDയും മാറിക്കുത്തത് നോക്ക് കേട്ടാ. VCC ഞാൻ 3.3 അടിച്ച് നോക്കി ഫസ്റ്റ്. പിന്നെ അത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് 5 ഇട്ട് നോക്കി. സ്റ്റിൽ വർക്കിംഗ് അല്ല. പക്ഷെ സെർവോ ചെറിയതായിട്ട് സൗണ്ട് ആക്കുന്നുണ്ടോ? ചെറിയ സൗണ്ട് നല്ല എഫക്റ്റ് ആക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. നീ സെർവറിന്റെ സിഗ്നൽ എവിടെ വരട്ടെ? എന്താ കേട്ടില്ല. ആഗ്നേയ് മ്യൂട്ടാക്കടാ. അതായത് സെർവർ ഒരു മിനിറ്റ് ദേവത്തെ ഞാൻ നോക്കാടാ എൻ്റെ 1 മിനിറ്റ്. അതായത് സെർവർ സിഗ്നൽ എവിടെയാ കണക്ട് ചെയ്തത്? സിഗ്നൽ 2 3. സെർവറിന്റെ സിഗ്നലിന്റെ കളർ ഏതാ? യെല്ലോ. അപ്പൊ റെഡ് നീ എവിടെ കണക്ട് ചെയ്തത്? 5 വോൾട്ട്. ബ്രൗണ് നേരെ GNDയിലേക്ക് തന്നെയാണോ? അതെ. അൾട്രാസോണിക് സെൻസറിന്റെ VCCയോ? അതിന്റെ 5 വോൾട്ട്. ട്രിഗറോ? നോക്കട്ടെ. നീ സീരിയൽ മോണിറ്റർ നോക്കി. അത് ഡിസ്റ്റൻസ് 0 എന്ന് കാണിക്കുക. അപ്പൊ സെർവോ മോണിറ്റർ അൾട്രാസോണിക് സെൻസറിലേക്ക് അങ്ങനെ കണക്ട് ചെയ്തില്ല. ഓക്കെ, ചെക്ക് ചെയ്യൂ. അൻ്റേത് നീ എവിടെയാണ് അയച്ചത്? കാണുന്നില്ലല്ലോ. ദൈവത്തെ ഓക്കേടാ. നീ എവിടെയാ കണക്ട് ചെയ്തത്? അയച്ചത് എവിടെയാ? ഇല്ലല്ലോ. ഇല്ലല്ലോ, വന്നില്ലല്ലോ. വന്നില്ലല്ലോ.
ഓക്കെ, അടുത്ത റാൻഡമായിട്ട് ആൾക്കാരെ ഞാൻ വിളിക്കുകയാണ്. നോക്കാം. നെക്സ്റ്റ് വൺ 4 1 2 3 4 ആഗ്നേയ്. എക്സ്പ്ലെയിൻ ചെയ്തോട്. എന്താ കോഡ് ക്ലിയർ അല്ല. നിന്റെ നോക്ക്. എന്താ ആഗ്നേയ് എക്സ്പ്ലെയിൻ ആക്കടാ. ആദ്യം തൊട്ടേ ആ ആദ്യം ഡിഫൈൻ ആക്കിയിട്ടുള്ളത് ട്രിഗർ, പിന്നെ 9 ഓക്കെ പിന്നെ എക്കോ, പിന്നെ 10, ഓക്കെ പിന്നെ സെർവോന്റെ നെയിം എടുത്തിട്ട് മൈ സെർവോ, ഓക്കെ പിന്നെ സീരിയൽ ബിഗിൻ 9600, പിന്നോട് ട്രിഗർ, പിന്നെ ഔട്ട്പുട്ട്, എക്കോ, പിന്നെ ഇൻപുട്ട്. ട്രിഗർ പിന്നെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യേണ്ടത്, ഓക്കെ എക്കോ പിന്നെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യേണ്ടത്, ഓക്കെ മൈ സെർവോ അറ്റാച്ച് ചെയ്യേണ്ടത് 3ലേക്ക്, ഡിജിറ്റൽ പിൻ 3ലേക്ക്, ഓക്കെ പിന്നെ ഗ്രൂപ്പില് ഓക്കെ ഓക്കെ പറയാം. കോഡിൽ എന്താ എററുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. വോയിഡ് ലൂപ്പ് ലോങ് ഡ്യൂറേഷനും INT ഡിസ്റ്റൻസ്. ലോങ് ഡ്യൂറേഷൻ INT ഡിസ്റ്റൻസ് പറയുമ്പോൾ എന്താ ലോങ് ഡ്യൂറേഷൻ INT ഡിസ്റ്റൻസ് എന്താ അത്? ചേട്ടൻ അയച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ എന്താ അത്? അത് അതിന്റെ ഡ്യൂറേഷൻ ആണ്. ആ ഡ്യൂറേഷൻ ഡിസ്റ്റൻസിന്റെ സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ ഡിജിറ്റൽ റൈറ്റ് ട്രിഗർ പിന്നെ ഫസ്റ്റ് ലോ ആക്കും, പിന്നെ 2 സെക്കൻഡേക്ക് ലോ ആക്കും, പിന്നെ ട്രിഗർ പിന്നെ അടുത്തത് ഹൈ ആക്കും 10 സെക്കൻഡിലേക്ക്. ഡിജിറ്റൽ ട്രിഗർ പിന്നെ ആദ്യം ലോ ആക്കും, പിന്നെ ഡ്യൂറേഷൻ പൾസിൻ എക്കോ പിന്നെ ഹൈ 30,000 സെക്കൻഡ്സ്. ഓക്കെ അവിടുത്തെ ബാക്കി കോഡ് അപ്ലോഡ് ചെയ്യുമ്പോ ആ ട്രിഗർ പിന്നെ വാസ് നോട്ട് ഡിക്ലെയർ സ്കോപ്പ് പോലത്തെ എറർ കാണിക്കും. നീ ട്രിഗർ പിന്നെ നേരെ ഇതാക്കിയിട്ടുണ്ടായില്ല, ട്രിഗർ പിന്നെ കണക്ട് ആയിട്ടുണ്ടാവില്ല അല്ലേ? കണക്ട് ആയിട്ടുണ്ടാവില്ല എന്നല്ല, കോഡിൽ നീ ട്രിഗർ പിന്നെ എഴുതിയിട്ടുണ്ടായില്ല. എന്ത് ട്രിഗർ പിന്നെ ഈ കോഡ് തന്നെയാ നീ കറക്റ്റ് നീ കോഡൊക്കെ അയച്ചെന്ന് കേട്ടാ. ഞാൻ കോഡാ. ആ ഓക്കെ അടാ അത് തിക്കില്ല. ആളല്ല തോന്നാട് വെച്ചേ. ഓക്കെ അപ്പം ദൈവത്തെ എനിക്കൊന്ന് നേരെ സെൻഡ് ചെയ്യും കേട്ടോ. അതിൽ വന്നില്ല എനിക്ക്. ഓക്കെ അപ്പം ശ്രദ്ധിക്കുക ഇങ്ങോട്ട്. ഓക്കെ എല്ലാം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ബാക്കിയിലെ കോഡിങ്ങിലേക്ക് പറയാം. ആരും സംസാരിക്കല്ലേ, ഞാൻ കോഡ് എക്സ്പ്ലെയിൻ ആക്കട്ടെ, സംസാരിക്കല്ലേ. അപ്പം ഇതിൽ നമുക്ക് പുതിയൊരു ഫംഗ്ഷൻ പഠിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങോട്ട്, എല്ലാം ശ്രദ്ധിക്കുക. ഡൗട്ട്സ് ഒക്കെ ഇത് കഴിഞ്ഞ് ചോദിക്കാം കേട്ടോ. ഓക്കെ അപ്പം ഇതിൽ ഒരു കാര്യം ആഡ് ആക്കിയിട്ടുണ്ടല്ലേ, 30,000. സെൻഡ് ആക്കിയിട്ടുണ്ട്. വെയിറ്റ് ഞാനിത് പറയട്ടെ. അപ്പം 30,000 എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ടൈം ഔട്ട് ഫംഗ്ഷൻ ആണ്.
അത് ക്ലാസ്സിലത്തെ ഒരു ഫംഗ്ഷനാണ്, അത് മൈൻഡ് ചെയ്യേണ്ട. അത് ഞാൻ കുറച്ച് നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആഡ് ആക്കിയതാണ്. ഓക്കെ ഓക്കെ ആ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്? കേൾക്കുന്നില്ല നേരെ? ശ്രദ്ധിക്കുക. ആ ഇതില് എന്താ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഓർ, ഇതിനെയാണ് നമ്മൾ ഓർ എന്ന് പറയുന്നത്. ഓർ ഓപ്പറേറ്റർ ആണ് ഇത്. നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ പഠിച്ചില്ലേ? ആൻഡ് ഓപ്പറേറ്റർ. യെസ്, ആൻഡ് ഓപ്പറേറ്റർ. ഇത് ഓർ ഓപ്പറേറ്റർ ആണ്. ഡിസ്റ്റൻസ് 0 കുറവോ അല്ലെങ്കിൽ 200 കാട്ടി മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊജക്റ്റ് വർക്ക് ആവണ്ട, ജസ്റ്റ് ഔട്ട് ഓഫ് റേഞ്ചിൽ നിന്ന് എഴുതിയാൽ മതി. ഓക്കെ, റിട്ടേൺ തന്നത് അങ്ങനെ സ്കിപ്പാക്കുന്ന ഒരു ഫംഗ്ഷനാണ് റിട്ടേൺ കേട്ടോ. ബാക്കിയുള്ള ലൂപ്പിനെ സ്കിപ്പാക്കും. ഡിസ്റ്റൻസ് ഈ ഒരു ലെവലാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തേക്ക് അത് പോവില്ല, കോഡിന്റെ ഇത്ര ഭാഗം സ്കിപ്പാക്കും കേട്ടോ. ആ അതാണ് റിട്ടേൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് അറിയാലോ ഡിസ്റ്റൻസിലൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിനാണ് ബാക്കിയുള്ളതാണ് നമ്മൾ ശരിക്കും കളി വരുന്നത്. ഡിസ്റ്റൻസ് 50 കുറവാണെന്നുണ്ടെങ്കിൽ ആംഗിൾ സെർവോ ഡോട്ട് റൈറ്റ് ആംഗിൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. ആംഗിൾ എന്താണെന്ന് വെച്ചാൽ മാപ്പ് ഡിസ്റ്റൻസ് 0, 50, 180, 0. എന്താണ് ഈ സാധനം? മാപ്പ് ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിലുള്ളൊരു വാല്യൂ ഉണ്ടാവുക. ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എന്താ? എത്ര സെൻറ്റിമീറ്റർ അകലെയാണ് ഒബ്ജക്റ്റ് ഉള്ളതെന്ന് അല്ലേ? അത് 0 മുതൽ 50 ലെവലിലാണെങ്കിൽ അത് 180 to 0 എന്ന വാല്യൂയിലേക്ക് മാപ്പ് ആക്കാം. അതായത് 0 എന്ന് പറയുമ്പോൾ 0 ഡിഗ്രിയിലേക്ക് പോവാം. 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളിലേക്ക് തിരിക്കും. അതായത് 0 to 50 വരെയുള്ള സെൻറ്റിമീറ്ററല്ല, 0 to 180 വരെയുള്ള ആംഗിളിലേക്ക് മാപ്പ് ആക്കും, കൺവേർട്ട് ആക്കും. അതായത് നിങ്ങൾക്ക് ലോജിക്കലി ഒന്ന് തിങ്ക് ആക്കാൻ പറ്റും. അതായത് ബേസിക്കലി ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 0 to 50 സെൻറ്റിമീറ്ററാണ് നമ്മൾ ശരിക്കും പറഞ്ഞ വാല്യൂ റേഞ്ച് അല്ലേ? നമ്മൾ സെർവൊക്കെ തിരിയാൻ പറ്റുന്ന റേഞ്ച് എത്രയാ? 0 to 180 അല്ലേ? 0 to 50 എങ്ങനെയാണ് 180 to 0 വരെ കറക്കാം? അതിന് മാപ്പ് ആക്കും, കറസ്പോണ്ടിങ് ആംഗിളിലേക്ക് മാപ്പ് ആക്കും. ഉദ്ദേശിച്ച ലോജിക്ക് മനസ്സിലായോ? 25 സെന്റിമീറ്റർ ആണെങ്കിൽ എത്ര ആംഗിൾ, 30 സെന്റിമീറ്റർ ആണെങ്കിൽ എത്ര ആംഗിളിലേക്ക് കൺവേർട്ട് ആക്കും. അതിനാണ് മാപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. മാപ്പ് ഫംഗ്ഷന്റെ ഫസ്റ്റ് ചോദിക്കും. എടാ സാധിക്കാൻ നിൽക്കടാ ഒരു മിനിറ്റ്, ഞാൻ കോഡൊന്ന് എക്സ്പ്ലെയിൻ ആക്കട്ടെ. ദൈവത്വം വെയിറ്റ് ആക്കി, ഞാൻ കോഡൊന്ന് എക്സ്പ്ലെയിൻ ആക്കട്ടെ. ആംഗിൾ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഈ മാപ്പ് ചെയ്ത വാല്യൂ ഞാൻ സ്റ്റോർ ആക്കും. അത് നിന്നിട്ട് സെർവറിനെ കൊണ്ട് റൈറ്റ് ആക്കും. അപ്പോൾ സംഭവം ഇവിടെ ഇത്രയും നടക്കുന്നത്, ഡിസ്റ്റൻസ് പറഞ്ഞ വേരിയബിളിൽ നിന്ന് 0 മുതൽ 50 വരെയുള്ള വാല്യൂ വന്നാൽ 180 to 0ലേക്ക് മാപ്പ് ആക്കണം. അതായത് സെൻറ്റിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 to 180 വരെയുള്ള വാല്യൂയിലേക്ക് അതിനെ മാപ്പ് ആക്കും. ഓക്കെ, ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് ഡിസ്റ്റൻസ് 50 സെൻറ്റിമീറ്ററിന് കുറവ് ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ എപ്പോഴും 0ലായിരിക്കും സെർവ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? മാപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായോ? ജസ്റ്റ് ഒന്നോട് പറയാം, ഒരു ചെറിയ ഇത് നമ്മുടെ അൾട്രാസോണിക് സെൻസറിൽ നമ്മൾ സെന്റിമീറ്ററിലാണ് ഡിസ്റ്റൻസ് കണക്കാക്കുക. ആ ഡിസ്റ്റൻസിനാ നമ്മൾ സെർവോ കിട്ടാൻ തിരിക. അപ്പോ ഡിസ്റ്റൻസ് 0 to 50 വരെയുള്ളതിനെ നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നല്ല, 0 to 180 എന്ന് പറഞ്ഞ റേഞ്ചിലേക്ക് കൺവേർട്ട് ആക്കാം. അതായത്
0 to 50 എന്ന് പറയുന്ന വാല്യൂവിനാ 0 to 180 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് കറസ്പോണ്ടിങ് അളവിലേക്ക് മാറ്റും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞെങ്കിൽ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കാം. മാപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 0 മുതൽ 50 വരെയുള്ള ഒരു വാല്യൂ ഉണ്ട്. നീ പറഞ്ഞ കറക്റ്റാണ് കേട്ടോ, 0 to 50 സെന്റിമീറ്റർ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. അതിനാ 0 to 180 എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് മാപ്പ് ആക്കണം. അതായത് 5 സെന്റിമീറ്റർ ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളിലേക്ക് അത് മാപ്പ് ആക്കും. മനസ്സിലായോ? ആ ലോജിക്കലേക്ക് മനസ്സിലായോ എല്ലാവർക്കും? അതാണ് ശരിക്കും മാപ്പിംഗ്. അതായത് ഒരു വാല്യൂവിനെ മറ്റൊരു വാല്യൂയിലേക്ക് കൺവേർട്ട് ആക്കുമ്പോൾ ആ സിമ്പിൾ മാപ്പ് ഫംഗ്ഷനാ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്തത്. അതായത് നമ്മുടെ സെൻസറിന്റെ വാല്യൂവിനനുസരിച്ച് സെർവോ മോട്ടർ കറങ്ങുന്നുണ്ട് അല്ലേ? അതായത് സെർവോ മോട്ടറിന് സെന്റിമീറ്റർ അനുസരിച്ച് വാല്യൂ ഉണ്ടാവും. അത് മാപ്പാക്കിയിട്ട് നേരെ സെർവോയിലേക്ക് മാറ്റും. അൾട്രാസോണിക് സെൻസറിന്റെ വാല്യൂ നേരെ സെർവോ മോട്ടറിലേക്ക് മാപ്പാക്കിയിട്ട് മാറ്റും. അതാണ് ശരിക്കും നടക്കുന്നത്. ഓക്കെ, അതാണ് കറസ്പോണ്ടിങ് ഡിഗ്രിയിലേക്ക്, അതിന് പെർഫെക്റ്റ് ആയ ഡിഗ്രിയിലേക്ക് മാറ്റും മാപ്പ്. അതാണ് ഈസിയാണ്. ആറിനൊക്കെ എങ്ങനെ മനസ്സിലാവുന്നത്? ഏത് ആറിനൊക്കെ എങ്ങനെ മനസ്സിലാവുന്നത്? ഇപ്പൊ നമ്മ നടുക്ക് വെച്ചെല്ലാം കോമേഡ് ഉപയോഗിച്ചിട്ടുള്ളത്, അപ്പൊ അതിനെങ്ങനെ മനസ്സിലാവുന്നത്? അയ്യോ, ഇതിനെയാണ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ് ഇതിനെ പറയുന്നത്. ഇത് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. ഫസ്റ്റ്, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വേരിയബിൾ നെയിമാണ്. ഇത് വേരിയബിളിന്റെ ഫസ്റ്റ് ആർഗ്യുമെന്റ് ആണ്. ഇത് സെക്കൻഡ് ആർഗ്യുമെന്റ് ആണ്. ഇത് മാപ്പ് ചെയ്യേണ്ടതിന് ഫസ്റ്റ് ആർഗ്യുമെന്റ് ആണ്. ഇതിനാണ് സെക്കൻഡ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഈ മറ്റേ ഫംഗ്ഷൻ, ഇതിനാണ് ഫംഗ്ഷൻ പറയുന്നത്. ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ട് ഉള്ളിൽ കോമേറ്റർ കൊടുക്കുന്നത് നമ്മൾ ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ആർഗ്യുമെന്റ്സ്. ഓക്കെ, അതിനാണ് നമ്മൾ പ്രീ ഡിഫൈൻഡ്. ഇത് ഓൾറെഡി നമ്മൾ C++ പറഞ്ഞിട്ടുണ്ട്, പ്രീ ആയിട്ട് ഡിഫൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഓൾറെഡി അത് മനസ്സിലാവും കേട്ടോ. സെന്റിമീറ്റർ ഡിഗ്രിയിലേക്ക് മാറ്റാൻ വേറെ ഫംഗ്ഷൻ ഉപയോഗിച്ചൂല. എടാ, ഇവിടെ സെന്റിമീറ്റർ എന്ന ഡിഗ്രിയിലേക്ക് മാറ്റുന്നതല്ല, അല്ല അതാ ഞാൻ പറഞ്ഞത്. മറ്റൊരു വാല്യൂക്ക് മാപ്പ് ആക്കുന്നതാണ്. ഓക്കെ, അതല്ലേ മനസ്സിലായില്ലേ? എന്താടാ നോക്കാം. എടാ, ഗ്രൂപ്പിലൊന്നും അയക്കണം, ഗ്രൂപ്പിൽ അയക്കണം. അങ്ങോട്ട് അയക്കുമ്പോ സാത്തികേ നീ എടാ, നീ കോഡ് എഴുതുമ്പോ ഇനി എറർ ഉണ്ടെങ്കിൽ വായിച്ചിട്ട് വേണം പറയാൻ കേട്ടോ. പെട്ടെന്ന് എറർ ഉണ്ടെങ്കിൽ അയക്കല്ലേ. ആ മൂന്നാമത്തെ വരിയിൽ നോക്കിയേ, പിന്നെ അവിടെ ഒരു സ്പേസ്, അവിടെ നീല കളറായിട്ട് മാറിയത് കണ്ടില്ലേ? അത് മാറ്റി. പിന്നെ ദേവതത്തിന്റെ എടാ ദേവതത്തെ അങ്ങനെയാണ് സെർവർ കണക്ട് ചെയ്യണ്ടേ? അത് സെർവർ അല്ല, അൾട്രാസോണിക് സെൻസർ അങ്ങനെയാണോ കണക്ട് ചെയ്യേണ്ടത്? അൾട്രാസോണിക് സെൻസർ അങ്ങനെയാണോ കണക്ട് ചെയ്യേണ്ടത്? ദേവതത്തെ അങ്ങനെയാണോ കണക്ട് ചെയ്യേണ്ടത്? മോനെ, അങ്ങനെയാണോ? അങ്ങനെയല്ല കേട്ടോ. അതായത് മറ്റേ നീ ആ അൾട്രാസോണിക് സെൻസറിന്റെ വയറിൽ വരും, എന്റെ മെയിൽ ടു ഫീമെയിൽ വൈറസ് ഇല്ലേ, അത് ഉപയോഗിച്ച് കണക്ട് ആക്കി കേട്ടോ. മെയിൽ ടു ഫീമെയിൽ വൈറസ് ഇല്ലേ, അതില് അത് ഉപയോഗിച്ച് വർക്കാക്കി. ബ്രെഡ് ബോഡി യൂസ് ആക്കണ്ട കേട്ടോ. ഓക്കെ, സാധിക്ക് പറ. എന്റെ ആ സാധാരണ ട്രിപ്പിന് കറക്റ്റ് ആക്കി. എനിക്ക് അവര് കോംപ്ലിക്കേഷൻ ആണത് കുറച്ച്. മറ്റേ 11th റോത്തെ ഫോട്ടോ ഗ്രൂപ്പിൽ ഫോട്ടോ നമുക്ക് നോക്കാം.
കേട്ടോ. എനിക്ക് ഈ ഡിസ്റ്റൻസ് ഏ മാപ്പ് ആക്കുന്നതിന്റെ പകരം ആ 180 ഇഫ് ഡിസ്റ്റൻസ് ഇസ് ലെസ് ദാൻ 180 ഇന്റെ ആംഗിൾ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എല്ലാം കൊടുത്തുകൂടെ? മനസ്സിലായില്ല. ആ ഇഫ് ഡിസ്റ്റൻസ് മനസ്സിലായ? മനസ്സിലായി. അങ്ങനെ കൊടുക്കാം. പക്ഷെ എൻ്റെ പ്രശ്നം എന്താ അറിയോ, പെട്ടെന്ന് വാല്യൂ 200 ഉണ്ടാക്കും സെർവോ. എന്ത് സെർവോന്റെ വാല്യൂ 200 ഉണ്ടാക്കും. അത് നമുക്ക് ഔട്ട് ഓഫ് റേഞ്ച് മാറ്റാം. ഇല്ല, പറ്റില്ലടാ. അതായത് ഇവിടെ മാപ്പിന്റെ ഫംഗ്ഷൻ ശരിക്കും ഉപയോഗിക്കുന്നത് എന്തിനാ അറിയോ? മാപ്പിന്റെ ഫംഗ്ഷൻ ശരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി നമുക്ക് ഒരു സാധനം റീഡ് ആക്കുന്നുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂല് മറ്റതും വർക്കാണ്. മനസ്സിലായോ? രണ്ടും ഒരു റേഷ്യോയില് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ അതിന് പറയുന്ന പേര്. ഞാൻ ഈ പ്രൊപ്പോർഷണൽ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എനിക്ക് ഈ പ്രൊപ്പോർഷണൽ വരുന്നില്ല, എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഇത് വരുന്നുണ്ട് തലമ പ്രൊപ്പോർഷണൽ ആയിട്ട് നേരെ റേഷ്യോയിൽ വർക്ക് ആവണം. വെരി ഗുഡ്, താങ്ക് യു കേട്ടോ വിജയ്. വിജയല്ലേ അത് പറഞ്ഞേ? നേരെ പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ റേഷ്യോ ആയിട്ട് വർക്ക് ആക്കണം. 1:1 തന്നെ വർക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നേരെ പ്രൊപ്പോർഷണൽ ആയിട്ട് തന്നെ വർക്കാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ആക്കുന്നത്. അപ്പൊ ഞാൻ ലെസ് ദാൻ 180 കൊടുത്തെങ്കിലും ആ സെർവോക്ക് ഒരു പ്രശ്നം ഉണ്ടാവും അല്ലേ? പ്രശ്നമാണ്. പെട്ടെന്ന് വാല്യൂ 500 ചെമ്പോ സെർവർ എന്തെങ്കിലും വീടൊക്കെ കളിക്കും. സർ ഞാൻ കണ്ടാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പിലാക്കി ചേട്ടൻ ഇപ്പോൾ ഔട്ട് ഓഫ് റേഞ്ച് തന്നെ വരുന്നത്. എടാ സാത്തിക്കേ മൂന്നാമത്തെ വരില്ലേ, പിന്നെ ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ നോക്കിയാ? അത് നോക്കണേ. എല്ലാം ഇങ്ങനത്തെ എറർ വന്ന ഫസ്റ്റിലൊക്കെ നോക്കണം, എന്നിട്ട് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. നീ തന്നെ ശരിയാക്കാൻ നോക്കണം, അതാണ് എൻ്റെ ഒരു ഇത്. എന്നാലും നമുക്ക് കോഡ് പഠിക്കും കേട്ടോ. എൻ്റെ വർക്കായി കുറെ ഔട്ട് ഓഫ് റേഞ്ച് കാണിക്കുന്നുണ്ട്. ഔട്ട് ഓഫ് റേഞ്ച് കാണിക്കാം. ഔട്ട് ഓഫ് റേഞ്ച് വെച്ചാൽ അത് കോഡിങ്ങിൽ വരുന്ന സംഭവമാണ് കേട്ടോ. ഒരാള് പറ. പിന്നെ ക്യാപിറ്റൽ ലെറ്റർ ആക്കി. എന്നിട്ടും അവര് പറയുന്ന 11th റോത്തെ ട്രിപ്പിന് എന്തോ പ്രശ്നം തോന്നി. ഫോട്ടോയ്ക്ക് ദേവദത്ത എന്റെ കുറച്ച് ഔട്ട് ഓഫ് റേഞ്ച് കാണിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് നമ്പേഴ്സും കാണിക്കുന്നുണ്ട്. അത് കാണിക്കും, അതാണ് കാണിക്കേണ്ടത്. ഇനി നീ സെർവർ മോട്ടർ കണക്ട് ചെയ്ത് സെർവർ മോട്ടർ നീ കണക്ട് ചെയ്യില്ലല്ലോ. സെർവർ മോട്ടർ ഇല്ല, കണക്ട് ചെയ്യും. VC റെഡ് വയർ നേരെ 5 വോൾട്ടിൽ കണക്ട് ചെയ്യുക, 3.3 വോൾട്ടിൽ കണക്ട് ചെയ്യുക. ബ്രൗൺ നേരെ GND കണക്ട് ചെയ്യുക കേട്ടോ. സിഗ്നൽ നേരെ ഓറഞ്ച് വയർ നേരെ 3ലേക്കും കണക്ട് ചെയ്യാം. ഞാൻ സാറിന് അയച്ച അതേ ഫോട്ടോ തന്നെ, പക്ഷെ അതില് 11ാമത്തെ ഒന്നുകൂടെ ഓക്കെ. ചെയ്തോ ആദികേശവേ, ചെയ്തോ കേട്ടോ. റെഡ് 3.3 വോൾട്ടിലേക്ക്. യെല്ലോ 3 വെറും 3. സാത്തിക്കേ
ബ്രൗൺ GND-യിലേക്ക് ഇടാം. യെസ് സാർ. സാത്തിക്കേ നീ മൂന്നാമത്തെ പിന്നൊന്ന് വായിച്ചേ. പിന്നല്ല മൂന്നാമത്തെ കോളം വായിച്ചേ നീ. ഡിഫൈൻ ട്രിക് പിൻ 9. പിന്നിന്റെ ഐയും എന്നും ക്യാപിറ്റൽ ആണോ? ആ ആ ഇങ്ങോട്ട് നോക്കിയാ നീ ഇങ്ങോട്ട് നോക്കിയാ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്റർ. ആ ക്യാമറ എടുക്ക് പറയട്ടെ. അടുത്തതടി തന്നെ. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നോക്കണം, കുത്തും കോമ്യം നോക്കണം, ബ്രാക്കറ്റ് നോക്കണം. അടുത്ത് ഞാൻ അവിടെ വന്നിട്ട് അടി വരുന്നുണ്ട് കേട്ടാ. ഓക്കെ. ആ ഓക്കെ ശരി. ഈ 30,000 ആൾക്കാര് 30,000 ടൈം ഔട്ട് എന്നാണ് അതിനെ പറയുന്നത്. അത് ഫിൽറ്ററിങ് ആണ്, അത് മെയിൻ ആക്കണ്ട. കൈൻഡ് ഓഫ് ആർഗ്യുമെന്റ് ആണ്. ഓക്കെ ഇനി കോഡിങ് പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മുടെ സെഷൻ അതിൽ അതിൻ്റെ 2 സെഷൻ നമ്മൾ കഴിയും. എന്നിട്ട് നിങ്ങൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഓരോരാൾക്കും ഓരോരോ പ്രൊജക്റ്റ് തരും, ചെയ്തിട്ട് ഞങ്ങൾക്ക് അയക്കണം കേട്ടോ. എല്ലാം വലിയ വലിയ പ്രൊജക്റ്റാണ്, ചെറിയ പ്രൊജക്റ്റ് അല്ല. എല്ലാവരും ഫയർ എക്സ്റ്റിങ്വിഷർ മേടിച്ചിട്ട് വെക്കാം, കത്താതെ നോക്കാം. ദൈവത്തിനെന്തായി? ആദികേശവേ നീ USB പോർട്ട് മാറ്റി നോക്കടാ, അത് വർക്കാവും. നല്ല മുറുക്ക കാണാം നമുക്ക്. ഈ കോഡിലേക്ക് മനസ്സിലായോ? മാപ്പ് ഫംഗ്ഷനിലേക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. 3,000 ഒന്ന് പറഞ്ഞുതരോ? നെറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 30,000 അല്ലേ? അത് ജസ്റ്റ് വേറൊന്നുമല്ല, അത് നീ മൈൻഡ് ആക്കണം. അത് ടൈം ഔട്ട് ഫംഗ്ഷൻ ആണ്, വേറൊന്നുമല്ല. ജസ്റ്റ് ടൈം ഔട്ട്. എന്താ ആ നിന്റെ വർക്കായോന്ന്? വർക്കായോ? ആ അങ്ങനെ തന്നെയാണ് വേണ്ട കേട്ടോ. അതിന് വീഡിയോ ഗ്രൂപ്പിൽ അയക്കണേ. നീ അടുത്തേക്ക് കൈ കൊണ്ടുപോട്. സാർ എന്റെ സീരിയൽ മോണിറ്ററിൽ ഔട്ട് ഓഫ് റേഞ്ച് കാണിക്കുന്നുണ്ടല്ലോ. അതിന്റെ അടുത്തേക്ക് കൈ കൊണ്ടുവിടാ. അപ്പോഴോ ഔട്ട് ഓഫ് റേഞ്ച് തന്നെ. അന്ന കണക്ഷൻസ് നോക്കാം, നിന്റെ കണക്ഷൻസ് അയച്ചെന്നേ. കണക്ഷൻസ് ഞാൻ ഫോട്ടോയ്ക്ക് നോക്കട്ടെ. അങ്ങോട്ട് അടി തരണോ ഞാൻ നോക്കട്ടെ. ചെക്ക് ചെയ്ത് നോക്കട്ടെ. നീ ചെക്ക് ചെയ്യണം, നീ അയച്ചതാണ് നോക്കട്ടെ ഞാൻ. ചെക്ക് ചെയ്തിട്ട് ആ ചെക്ക് ചെയ്ത് നീ ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞാൽ മതി കേട്ടോ. കേട്ടോ ആടെ പറ. എനിക്ക് വർക്കാണ്, പക്ഷെ എന്റെ സീരിയൽ മോണിറ്ററിൽ ഔട്ട് ഓഫ് റേഞ്ച് തന്നെ അപ്പോഴും കാണിക്കുന്നത്. ആ എന്നുവെച്ചാല് അതിനകത്ത് കൈ കൊണ്ട് നമ്മൾ ഔട്ട് ഓഫ് റേഞ്ച് തന്നെ കാണിക്കുന്നത്. ആ അത് നിന്റെ അൾട്രാസൗണ്ട് സെൻസറിലെ കണക്ഷൻ്റെ പ്രശ്നമാടാ. കണക്ഷന്റെ പ്രശ്നോ? ആ അപ്പൊ ഒന്നും കൂടി ഊരിട്ട് കുത്തണോ? നീ എങ്ങനെ കണക്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. നീ ഫോട്ടോ അയച്ച് ഗ്രൂപ്പിൽ. ഹായ് ഞാൻ കൈ അടുത്തേക്ക് കൊണ്ടുപോലെ വർക്ക് ചെയ്യുന്നത്. വർക്കാവുന്നുണ്ടോ? ആ നീ ഒന്ന് റിഫ്രഷ് ആക്കി. നീ അന്ന് നിന്റെ കോഡിങ്ങിൽ എന്തെങ്കിലും വയ്ക്കും. നീ കോഡ് നേരെ കോപ്പി പേസ്റ്റ് ആക്കിനാ? ആ കോഡിങ് ഞാൻ ടൈപ്പ് ചെയ്ത് എന്നിട്ട് എനിക്ക് എറർ ഒന്നും വന്നിട്ടാ. എറർ അങ്ങനെ എല്ലാം ശ്രദ്ധിക്കാം. കോഡിങ്ങിൽ 2 ടൈപ്പ് എറർ ഉണ്ട്. ഒന്ന് സിൻടാക്സ് എററും മറ്റൊന്ന് ലോജിക്കൽ എററും. സിൻടാക്സ് എറർ എന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കുത്തും കോമിയോ സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ മാറുമ്പോഴാണ് സിൻടാക്സ് എറർ വരുന്നത്. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ കമ്പൈലേഷൻ ചെയ്യുമ്പോൾ ഒരു എററും വരില്ല, പക്ഷെ നമ്മൾ കോഡിങ്ങിലേക്ക് അപ്ലൈ ചെയ്ത ലോജിക്കിലായിരിക്കും പ്രശ്നം. ആ സെയിം പ്രശ്നമാണ് പബ്ജിന് വന്നിട്ടുള്ളത്. കോഡ് ചെയ്യുമ്പോൾ എററൊന്നും കാണിക്കുന്നില്ല, പക്ഷെ ലോജിക്കായിട്ട് നേരെ വർക്ക് ആവുന്നില്ല. അല്ല അങ്ങനെ വെച്ചാല് ബോർഡിന്റെ അൾട്രാസൗണ്ട് സെൻസറിന്റെ പ്രശ്നം അല്ല നിന്റെ കൈ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോ
സെർവോ മോട്ടർ കറങ്ങുന്നുണ്ടല്ലോ. ആ കറങ്ങുന്നു. അപ്പൊ സെർവോ അൾട്രാസൗണ്ട് സെൻസറിന് പ്രശ്നമാണ്. ആ പ്രശ്നമല്ലേ. കോഡ് നീ ഒന്നൊരു കാര്യമാക്കറോ, നീ ചാറ്റ് GPT ജനറേറ്റ് ചെയ്ത് നോക്കറോ. ആ എന്നിട്ട് വെച്ചിട്ട് കേട്ടോ. ഹായ്. അപ്പം അതാണ് എന്താ ചോദിക്കണം കേട്ടോ. അപ്പൊ ഓക്കെ ഓക്കെടാ, അതില്ലേ മറക്കില്ല, കൊണ്ടുവരാം കേട്ടോ. ആർണവ് ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഓക്കെ, നീ ഒരു കാര്യമാക്കാൻ പറ്റൂടാ. ഞാൻ അയച്ച കോഡില്ലേ, ഗ്രൂപ്പിൽ അയച്ച കോഡില്ലേ, ഓക്കെ. നീ കണക്ഷൻസ് ഒക്കെ നേരെ ഞാൻ ചെയ്തത്. നീ ഒന്ന് ഫോട്ടോ എനിക്ക് അയച്ചേ, നീ ഫോട്ടോ എനിക്ക് അയച്ചേ, ഞാൻ നോക്കട്ടെ. എനക്കല്ല ഗ്രൂപ്പിൽ അയക്കട്ടോ. ഓറഞ്ച് 5 വാൾട്ടും മറ്റേ ഗ്രേ ഗ്രൗണ്ടും. അതെ അതെ അതെ. എടാ സാധിക്ക് 3.3 വോൾട്ട് കൊടുത്തേട്ടോ, 5 വോൾട്ട് കണ്ടേട്ടാ. കേട്ടോ. രണ്ട് പ്രോജക്റ്റ് ഉണ്ടോ? ഓ രണ്ട് പ്രോജക്റ്റ് ഉണ്ടോ? ഇല്ല, ഇന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതെല്ലാം ചെയ്യാം. ആറിനത് എനിക്ക് കണക്ഷൻസ് അയക്കാം കേട്ടോ, ഗ്രൂപ്പിലയക്കാം കണക്ഷൻസ്, അത് നോക്കാം. അപ്പം ഇന്നെ ആർക്കെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതിൽ ഞാൻ നാളെ കൊണ്ടുവരാം. നീ നിന്റെ പ്രോജക്റ്റ് ചെയ്തോ അതില്ലേ? ഹലോ, ആ പറ. ഞാൻ LED ഒക്കെ കണക്ട് ചെയ്തു. അതിന്റെ GND അവിടെ പോസ്റ്റ് കുത്തണ്ടായപ്പോ GND ഫുള്ള് കംപ്ലീറ്റ് ആയല്ലോ. 2 GND ഈ ഇല്ലല്ലോ. ബ്രെഡ് ബോർഡിലൊക്കെ ഒരു GND കണക്ട് ചെയ്യാറോ ആ പവറിലേക്ക്? അപ്പൊ അതൊക്കെ ഇഷ്ടം പോലെ GND ആയില്ലേ, മനസ്സിലായി? സൈഡിലത്തെ 2 പിന്നില്ലേടാ, അതിൽ ഏതെങ്കിലും ഒരു പിന്നിലേക്ക് GND കണക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ അങ്ങേറ്റം വരെ GND എനിക്ക് ഇഷ്ടം പോലെ ആയില്ലേ, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. നീ ഡൗട്ട്സ് കണ്ടിട്ടുണ്ടോടാ? ആറിനെ ഗ്രൂപ്പിലേക്ക് അയക്കാൻ നോക്ക് കേട്ടോ. എടാ നേരെ ക്ലിയർ ആവുന്ന രീതിയിൽ അയക്കോ ആറിനവേ, ഗ്രൂപ്പിലേക്ക് നന്നായിട്ട് ക്ലിയർ ആവുന്ന രീതിയിലൊന്ന് അയക്കറോ. ആർണവ് ഫോട്ടോ എടുത്തോളം ക്ലിപ്പ് അയക്കാം. ഓക്കെ. സാർ എന്റെ അൾട്രാസോണിക് സെൻസർ സൗണ്ട് ഒക്കെ ഉണ്ട്, വർക്ക് ആവുന്നില്ല. അൾട്രാസൗണ്ട് സൗണ്ട് എങ്ങനെ സൗണ്ട് കേൾക്കുന്നത്? ആ സാറേ അത് കുഴപ്പമില്ല, അവൻ ചെയ്യട്ടെ. അതിന് വേണ്ടി കിട്ടുന്ന ഇഷ്ടം ചെയ്താൽ മതി കേട്ടോ. ഞാൻ വീട്ടിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് അയക്കുന്നുണ്ട്. ഓക്കെ, സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? അതിൻ്റെ സീരിയൽ മോണിറ്ററിൽ എന്താ കാണിക്കുന്നത്? ഔട്ട് ഓഫ് റേഞ്ച്. അടുത്ത കൈ കൊണ്ടോ?
എന്തേ അടുത്ത കൈ കൊണ്ടുപോകുമ്പോഴോ? കൈയെടുത്ത് കൊണ്ടുപോകുമ്പോ സൗണ്ട് കേൾക്കുന്നു. അങ്ങനെയല്ലടാ, സീരിയൽ മോഡൽ എന്താ കാണിക്കുന്നേ? ഔട്ട് ഓഫ് റേഞ്ച്. ആ എന്നാ നിന്റെ അൾട്രാസോണിക് സെൻസർ കണക്ട് ചെയ്ത് ശരിയായിട്ടാ? അൾട്രാസൗണ്ട് സെൻസർ കണക്ട് ചെയ്ത് ശരിയായിട്ടാണ്. ചെക്ക് കേട്ടോ. എന്താ പ്രവർത്തിക്കില്ലെന്ന് പറഞ്ഞോ? ഏതിന്റെ പ്രൊജക്റ്റില്ലേ? ഏതിന്റെടാ? ഇപ്പൊ ചെയ്ത പ്രൊജക്റ്റില്ലേ? കണക്ഷൻസോ? കണക്ഷൻസ് അല്ല, ഇതെങ്ങനെ പ്രവർത്തിക്കില്ലേ? പ്രവർത്തിക്കുന്നത് ഇനി പറഞ്ഞ മനസ്സിലായില്ല. ഇത് വർക്ക് ചെയ്യില്ലെങ്കിലാണെന്ന്. ആ അങ്ങനെ വെച്ചാൽ എന്തെങ്കിലും പറയില്ല. അങ്ങനെയൊന്നുമില്ല. അതായത് സെൻസർ വാല്യൂസ് റീഡ് ചെയ്യും, എത്ര സെന്റിമീറ്റർ ആണെന്ന് റീഡ് ചെയ്യും. അതിനനുസരിച്ചിട്ട് സെർവോ മോട്ടർ കറങ്ങും. ഓക്കെ, അപ്പോൾ 50 സെന്റിമീറ്ററിനെക്കാട്ടി താഴെ ഏതെങ്കിലും ഒബ്ജക്റ്റ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ആംഗിളിൽ സെർവോ മോട്ടർ കറങ്ങും. മനസ്സിലായോ? മനസ്സിലായോ ദൈവത്തെ? പറ. ഞാൻ ഇത് ചാറ്റ് ജിപിടിയോട് ചോദിച്ചിട്ട് അത് കോപ്പി പേസ്റ്റ് ആക്കി. ആദ്യ കോഡ് കോപ്പി പേസ്റ്റ് ആക്കി, എന്നിട്ടാകുമ്പോ അപ്ലോഡായി. പക്ഷെ ഞാൻ കൈ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോ കറങ്ങുന്നില്ല. നീ ചാറ്റ് ജിപിടിയോട് ഏത് പിന്നിലേക്ക് ഇന്നലെ കണക്ട് ചെയ്തെന്ന് പറഞ്ഞിനാ? ചാറ്റ് ജിപി സ്വന്തമായിട്ടുള്ള കണക്ഷൻ പിന്നെ ഉപയോഗിച്ചിട്ടുണ്ടാവൂടാ. അതെയാ? അപ്പൊ കോഡ് നോക്കറോ? നീ കോഡ് നോക്കറോ? കോഡിലിതാ ഇവിടെ എഴുതിയിട്ടുണ്ടാവല്ലോ, ട്രിഗർ പിന്നെ ഇവിടെ കണ്ടിട്ടുണ്ടാവും, സെർവോ ഇവിടെ കണ്ടിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവല്ലോ. മാറ്റുണ്ടെങ്കിൽ കോഡ് മാറ്റി ഇത് അപ്ലോഡ് ചെയ്യും കേട്ടോ. യെസ്. പിന്നെന്താ, എന്തെങ്കിലും ഡൗട്ട്സ് മറ്റുണ്ടോ? എന്താ എന്താ ആ കഴിഞ്ഞൂടാ, കഴിഞ്ഞു. ഇന്നലെ പ്രോജക്റ്റ് ഇന്ന് ചെറുതായിട്ടേ ഇല്ലു. നിങ്ങൾക്ക് അൾട്രാ എന്താ ആയിക്കോട്ടെ. നിന്റെ പ്രോജക്റ്റ് വർക്കിംഗ് അല്ലേടാ? കുഴപ്പമില്ലല്ലോ. ആ ഗ്രൂപ്പില് വീഡിയോ അയക്കണേ. ഓക്കേടാ, ശരി. ഗുഡ് നൈറ്റ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആൻഡ് എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ, എന്തെങ്കിലും ഡൗട്ട്സും കാര്യത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി നിങ്ങൾ കുറച്ചും കൂടി നേരത്തെ കഴിപ്പിച്ചാൽ എന്താണെന്ന് വെച്ചാൽ വീക്കെൻഡ്സിലും കഴിഞ്ഞിട്ട് ഒരു ക്ഷീണത്തിലേക്ക് അയക്കുമല്ലോ, നമ്മുടെ ക്ലാസ്സില്ലതല്ലേ. ഓക്കെ, ഞാൻ കുറച്ച് ക്ഷീണത്തിലാണ്. എൻ്റെ സൗണ്ട് തിരിയില്ല, അപ്പോൾ ലാപ്ടോപ്പ് വെച്ച് സാറ് ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ടോ ഫോട്ടോ? ആ ഞാൻ നോക്കട്ടെടാ. സെൻസർ ബ്രെഡ് ബോർഡ് കണക്ട് ചെയ്യണമെന്നില്ല. അതായത് അതിന്റെ പിന്നെ നമുക്ക് ഫീമെയിൽ വെച്ച് കണക്ട് ആക്കിയാ പോരെ? ആ മതി 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 മതി. ആർണവേ, ആർണവ് എടാ, നീ ബ്രെഡ് ബോർഡിലൊക്കെ കണക്ഷൻ ഒന്ന് കാണിച്ചെന്നേ. അൾട്രാസൗണ്ട് സെൻസർ എങ്ങനെ കണക്ട് ചെയ്തേന്ന് നീ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ അയച്ചത്. എനിക്കൊന്നും മനസ്സിലാവുന്നല്ലോ. ആ ഫോട്ടോ എടുത്തേക്ക് കേട്ടോ. ആഗ്നേ വർക്കായി. ആ അതല്ല, നീ ചോദിച്ച ആ ലെവലിൽ കിട്ടാൻ ചാൻസ് കുറവാടാ കേട്ടോ. ഓൺലൈനിൽ കിട്ടും, അതിനെ കൊണ്ട് വലിയ യൂസ്ഫുൾ ഉണ്ട്. ഉണ്ടാവാണെങ്കിൽ നല്ല തന്നെ എടുത്തോ. ഫസ്റ്റ് ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ മുമ്പ് ഒരു 4 കൊല്ലം 3 നട്ടിട്ടുണ്ടായിരുന്നു ഈ റേഞ്ചിട്ട്. വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ആപ്പ് റൺ ചെയ്തില്ല. യെസ് ഓക്കെ. ഓക്കെ അല്ലേടാ ആദ്യത്തെ? ഞാൻ ലീവ് ആയിട്ടെന്നാ. ഓക്കെടാ, ശരി. വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ ഒന്നുമില്ല. എല്ലാവർക്കും വർക്കിംഗ് അല്ലേ?
ശ്രീനന്ദന് വർക്കിംഗ് അല്ലേ? താങ്ക് യു. യെസ് വെൽക്കം. ഗുഡ് നൈറ്റ്. എന്റെ എന്താവുന്നില്ല. നേരത്തെ വർക്ക് ചെയ്തതേ ഇല്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. നിക്കോ നീ പിന്നെ നേരെ കണക്ട് ചെയ്തോ? ആ പിന്നെ കണക്ട് ചെയ്തു. ഇപ്പൊ നമുക്കൊരു എറർ വന്നെന്ന് വെച്ചാല് വോയിഡ് സെറ്റപ്പില് മൈ സെർവോ ഡോട്ട് അറ്റാച്ച് ബ്രാക്കറ്റ് സെർവോ പിൻ അല്ലേ, അതാണ് എറർ കാണിക്കുന്നത്. പക്ഷെ അതിലൊരു എററും ഇല്ല. ഏതില്? ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു എററും ഇല്ല, പക്ഷെ അതാണ് എറർ കാണിക്കുന്നത്. അപ്പൊ അതിൽ എറർ ഉണ്ടാവുമല്ലോ. നിനക്ക് ഫോട്ടോയ്ക്ക് ശരി. പിന്നെ ആർക്കാ? ശ്രീജ ദിലീപാരി സാത്തിക്കാണ്. വിധുരാജിന് വർക്കിംഗ് ആണ്. അലന്തേവിന് വർക്കിംഗ് ആണോ? ഓക്കെ. ശ്രീനന്ദനോ? ആൻഡ് ഫ്രിഡ്ജൈന് ഓക്കെ, അത് പറയുന്നുണ്ട്. പിന്നെ ബിനോസി ആരായിരുന്നു? നവദേവ് അല്ലേ? നവദേവിനാണോ വർക്കിംഗ് ആണോ? നവദേവിന് വർക്കിംഗ് ആണോ? ഞാൻ വാട്സാപ്പിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആദ്യ ഷബിനെന്താ പറയത്തെ? എന്തായി സാറേ ഇതില് സീരിയൽ മോണിറ്ററിലെ ഡിസ്റ്റൻസ് 4-5 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. കൈയടുത്തേക്ക് കൊണ്ടാകുമ്പോ കുറയുന്നുണ്ട്. സെർവോ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതന്നെയാ അതന്നെയാണ് കേട്ടോ പ്രൊജക്ട്. അത് മഞ്ഞടുത്ത് കൊണ്ടാ വർക്കാവും. സാറേ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത് മാത്രം. അത് ഏതാ? ഞാൻ വെച്ചാൽ ഒരു എററും ഇല്ല. ആർണവേ അടാ നിന്റെ സീരിയൽ മോഡലിൽ എന്താ കാണിക്കുന്നേ? വർക്കിംഗ്. ഓക്കെ. ആർണവിന്റെ സീരിയൽ മോഡലിൽ എന്താ കാണിക്കുന്നത്? ആർണവിന്റെ അതിനകത്ത് സിസ്റ്റം അതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ താഴേക്ക് ഡൗണിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കും. അതേസമയം മാറ്റി ഒരു 35-99 അങ്ങനെയൊക്കെ വരുമ്പോ സ്റ്റോപ്പ് ആവും അതവിടെ, ഈ സീരിയൽ മോണിറ്ററിന്റെ അവിടെ. അത് അങ്ങനെ തന്നെയാണ്. കോഡിങ് അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യണ്ടേ. അപ്പൊ കോഡ് എക്സ്പ്ലെയിൻ ആക്കുമ്പോ നീ ഇവിടെ ഉണ്ടായിരുന്നില്ല. സാർ എന്റേത് ഒരു മിനിറ്റ് മിസ്സായിട്ടുണ്ടാവും. എന്താ? പിന്നെ പക്ഷെ എന്റെ ഈ സെർവോ മോട്ടർ വർക്കാണല്ലോ ആ സമയം. സെർവോ മോട്ടറിന്റെ കണക്ഷൻ നോക്ക്. സെർവോ മോട്ടറിന്റെ റെഡ് വയർ നീ ഇവിടെ കണ്ടത്? ഞാന് റെഡ് വയർ നേരെ 3.3 കണക്ട് ചെയ്തു. ബ്രൗൺ നേരെ GND കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ യെല്ലോ ഞാൻ 3 കണക്ട് ചെയ്തു. ഈ ഡിജിറ്റൽ PWM കറക്റ്റ് 3 തന്നെയാണ് കണക്ട് ചെയ്ത് നോക്കിയേ. കറക്റ്റ് 3 തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത്. 5 വോൾട്ടിൽ കണ്ടേറോ? അതല്ല നിക്ക്, ഞാനിപ്പം 2 കണക്ട് ചെയ്തിരിക്കുന്നത്. നോക്കാം. ഇപ്പഴും വർക്കാവുന്നില്ല. അടുത്തേക്ക് കൊണ്ടേ, കൈ അടുത്തേക്ക് കൊണ്ടേ. കൈ അടുത്തേക്ക് കൊണ്ടേ 5 വോൾട്ടിൽ കണ്ടേ നോക്കിയേ. ചില സമയം ഒരു മിനിറ്റ് സാധിക്കേ.
ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ആ ആറിന് പറ. അതിനകത്ത് ഇതിന്റെ അകത്ത് അകത്ത് അകത്തിങ്ങനെ ഒരു ഹാർട്ട് ബീറ്റ് അടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് 5 വോൾട്ട് കണ്ടേ, ഈ സെർവോ മോട്ടറിന്റെ അകത്ത് 5 വോൾട്ട് കണ്ടേ. ആ ഇനി സാദിക്ക് പറ. സാദിക്കേ കണക്ട് ചെയ്തത് സാറേ എന്റെ ചില സമയം കൈവെക്കുമ്പോ വർക്കാവുന്നുണ്ട്, ഇപ്പൊ വർക്കായി കൊടുക്കുന്നുണ്ട്, ചില സമയം വർക്കാവൂല. കൈ എടുത്തതിന് മേലെ വർക്കാവാത്തത് എന്റെ കൈവെപ്പോ വർക്കാവൂല, കസിൻസിന്റെ കൈവെപ്പോ വർക്കാവുന്നുണ്ട്. എടാ ശരിക്കും എന്റെ കൈവെപ്പോ വർക്കാവുന്നില്ല. സാദിക്കേ എന്റെ കൈ ചെറുതായോണ്ടിരിക്കുക. നല്ല നിങ്ങളെ ബെലിങ്ങനിലെ കൈ വെക്ക്, ബെലിങ്ങനിലെ കൈ വെക്ക്. വലിയ കൈ വെക്ക്, വലിയ കൈ വെക്കുന്നു. അങ്ങനെയല്ല, ആ സെൻസറിന് നേരെ മുമ്പിലേക്ക് തന്നെ വേണം, സെൻസറിന് നേരെ മുമ്പിലേക്ക് തന്നെ വേണം കേട്ടോ. കൈ വെക്കണ്ട, കൈ വെക്കണ്ട. ഒരു പേപ്പർ വെക്കറോ, പേപ്പർ ഇട്ടെന്ന് വെക്കറോ, പേപ്പർ ഇട്ടെന്ന് വെക്കറോ. ചാറ്റിൽ ആരെല്ലാം ഒന്നല്ലേ പറഞ്ഞിട്ടുണ്ടല്ലേ. സർ ക്യാൻ ലെഫ്റ്റ് വർക്കിംഗ് ആണെങ്കിൽ ഡൗട്ട് ഒന്നുമില്ലെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. പിന്നെ ആരോടാ ഹെഡ്ജ്, ആരോടാ, എന്നോടാണോ റൈറ്റിംഗ് പാഡാണോ നീ ഉദ്ദേശിക്കുന്നേ? എന്താടാ ഒന്നൂടെ എന്താ സാത്തിക്ക് റൈറ്റിംഗ് പാഡ് ഉപയോഗിച്ചാൽ മതി. മനസ്സിലായില്ല. ഓന്റെ കൈ ചെറുത് പറഞ്ഞിട്ടേ അപ്പൊ അതിന്റെ ഒരു റൈറ്റിംഗ് പാഡ് ഉപയോഗിച്ചാൽ മതി. ആയി. പിന്നെ ഇന്ന് എങ്ങനെ ഉണ്ടായിട്ട് ടാലന്റ് ഡ്രോപ്പിൽ നിന്ന് കുഴപ്പമില്ല. ഇന്ന് കോളേജ് സ്റ്റുഡൻസിനായിരുന്നു ക്ലാസ് ഉണ്ടായത്. അതില്ലേ ചെറിയ ക്ലാസ് 10-40 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഓക്കേടാ, നീ കണക്ഷൻസ് നോക്കണേ അറിഞ്ഞവേ കേട്ടോ, എപ്പോഴും നോക്കണേ. താങ്ക് യു വേണ്ടപ്പാ. ഞാൻ എന്റെ സർക്യൂട്ടും പിന്നെ കോഡിങ്ങും അയച്ചിട്ടുണ്ട് ഗ്രൂപ്പിൽ, നോക്കറോ. ഗ്രൂപ്പിലേക്ക് കാണുന്നല്ലോ. ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടല്ലോ. എടാ നീ അവനീഷടാ. അതെ അതെ അതെ. അദ്ദേഹം വിളിച്ചോണ്ടല്ലോ ഇത്രോളം, എനിക്ക് അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ അദ്ദേഹം ഇല്ല ഇന്ന്. എടാ നിന്റെ സീരിയൽ മോണിറ്ററിൽ എന്താ കാണിക്കുന്നേ? എന്റെ അപ്ലോഡ് ആയിട്ടാ ഒരു എറർ കാണിക്കുന്നു. അപ്ലോഡ് ആയിട്ടാവുമ്പോ ഒരു എറർ കാണിക്കുന്നു. അടുത്ത് എറർ കാണിക്കുന്നേ. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു എററും ഇല്ല. നീ ഇതിന് ഫസ്റ്റ് ഹാഷ് ഇൻക്ലൂഡ് ഒന്ന് നോക്കി. ഹാഷ് ഇൻക്ലൂഡിൽ എന്താ എഴുതിയിട്ടില്ലേ? ഓക്കെ അതികേഷ്. ഓക്കെ ശ്രീജ ദിലീപാരാ നാളെ മനസ്സിലായില്ല കേട്ടോ. വർക്കിങ്ങും ഡൗട്ടില്ലെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് സെഷൻ എക്സാമിനേറ്റ് ആയിരിക്കും. എന്താടാ രാവിലെ എക്സാം ഉണ്ട്. നിനക്ക് വർക്കിംഗ് ആയില്ലേ?
നിന്റെ കൈ ചെറുതായതുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് അപ്പൊ ഗ്രൂപ്പിൽ എപ്പോഴും ആക്റ്റീവ് ആണോ കേട്ടോ. നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കണേ. ഓക്കേടാ, ഗുഡ് നൈറ്റ്. ഞാൻ ഇൻക്ലൂഡില് #include servo.h കൊടുത്തേ. ഞാൻ രണ്ട് സെർവോ അറ്റാച്ച് ചെയ്ത് നോക്കി. അപ്പോ വർക്കിംഗ് ആണ്, പക്ഷെ എന്റെ പഴയ സെർവോ 180 തിരിയുന്നില്ല. ഒരു 45 ഡിഗ്രി മാത്രം തിരിയും. സെർവോന്റെ പ്രശ്നം എടുത്തത്. അവനീഷ് എനിക്കൊരു കളിക്കുന്നില്ലല്ലോ. ഞാൻ ശാരീരിക വിളിച്ചോട്ടെ. എടാ നീ സെർവോ.ഹാഷിംഗ് കൂടെ ആക്കിയില്ല നേരെ, ഉറപ്പാണോ? എസ് ക്യാപിറ്റൽ ലെറ്റർ ഇൻക്ലൂഡ് പിന്നെ മറ്റേ ലെസ് ദാൻ അങ്ങനത്തെ ഒരു ബ്രാക്കറ്റ് ഇല്ലേ? നീ ഫോട്ടോ വെച്ചേ ഫസ്റ്റ് ഫോട്ടോയോ? അയച്ചേട്ടാ, ക്ലിയർ ഉണ്ടാവും അറിയില്ല, എന്നാലും ഉണ്ടാവും. ഓക്കെ. എടാ നീയില്ലേ എടാ അവനീഷേ നീയില്ലേ നിനക്ക് സ്ക്രീന് നിനക്ക് കാണിക്കാൻ കഴിയോ? പിന്നെ അത് കഴിയാ, ഞാൻ കേക്കിന്റെ വേറെ ഫോണിലാണ്. അല്ല നീ ഫോണിൽ കാണിച്ചാ മതി. അതെയോ? ശരിയാവുന്നറിയില്ല, നോക്കട്ടെ. കാണുന്നുണ്ടോ? അത് നീ താഴെ പോയിട്ട് ഒരു കാര്യം സെർച്ച് ആക്കണം. ആർഡിനോ സെർച്ച് ആക്കണോ? നീ ഡോക്യുമെന്റ്സിൽ പറ, ഫയൽസ് ഡോക്യുമെന്റ്സിൽ പറ. പോവാം. കാണിക്കോ? സ്ക്രീൻ കാണിക്കോ? കാണിക്കാം. ഫയൽ മാനേജറിലെ ഡോക്യുമെന്റില്ല. ഫയൽ മാനേജറിൽ പോയി. അതിൽ ആർഡിനോ ഫയൽ ഉണ്ടോ? നേരത്തെ നേരെ കാണുന്നില്ല, നേരെ കാണിച്ചു. അതില് ആർഡിനോ ഫയൽ ക്ലിക്ക് ചെയ്യാം. ലൈബ്രറീസിൽ പോട്. പോയാ സെർവോ ഇല്ലേ, അതിന് ഡിലീറ്റ് ആക്കാനാ? അല്ല അതിനെ റീനെയിം ആക്കിയാൽ മതി. റീനെയിം ആക്കിയാൽ മതി. സെർവോ ഓൾഡ് എന്നോ അങ്ങനെ ആക്കി. സെർവോ ഓൾഡാ? അങ്ങനെ ആക്കി.
സാറേ എന്റേന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അടുത്ത് പോകുമ്പോ ഇത് നിൽക്കും, പിന്നെ ദൂരത്തേക്ക് ഒരു 19 ഇവിടെ നിൽക്കുന്ന സമയം അത് വർക്കായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഇതിപ്പോ സെറ്റിങ്സ് ഉള്ളത് അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ തന്നെയാണല്ലേ? അതെ അതെ അതെ. ചെറിയൊരു ഡൗട്ട് ഇല്ലേ, അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ ഡോക്ടറെ. ആ മറ്റേ അവനീഷ് എന്തായി? ഞാൻ പേര് മാറ്റി. ഇന്ന് അബ്ദനാണ് അവൻ്റെ ഇതെടുത്ത്. ഇതാ അതല്ല അബ്ദനെ ആപ്പ് എടുത്തു, അത് ക്ലോസ് ചെയ്തോളൂ. ആപ്പാ ഇന്ന് കമ്പൈൽ ഐ മീൻ അപ്ലോഡ് ആക്കി. ആക്കുന്നുണ്ട്. ഇല്ല, എന്നിട്ട് അതൊന്ന് എറർ കാണിക്കുന്നു. നീ ക്ലോസ് ആക്കി ഒന്നുകൂടെ ഓപ്പൺ ആക്കോ ആപ്പാ. ഞാൻ ടീം വ്യൂവറിൽ കണക്ട് ചെയ്യണോ? എന്താ ടീം വ്യൂവറിൽ കണക്ട് ചെയ്യണോ? എന്തിന്? അല്ല, എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാമല്ലോ. അതിന് എൻ്റെ ടീം എന്നുവെച്ചാല് ഇപ്പൊ എന്റെ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ചെയ്യാലോ. ചെയ്യാം, പക്ഷെ എൻ്റെ ടീം വ്യൂവർ ഇല്ലല്ലോടാ. ഓ ഇല്ലേ? നോക്കട്ടെ. ഇല്ല, എൻ്റെ ഇല്ല. ഇല്ലേ? നീ ആപ്പ് ഓപ്പൺ ആയി. ഓൺ ആക്കുന്നുണ്ട്. ഞാൻ ലീവ് ആവട്ടെ. ഓക്കെ നേരെ വർക്കിംഗ് അല്ലേടാ? അതെ. ആയവർ ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു, ഗുഡ് നൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് സെഷൻ ഞാൻ പറഞ്ഞതല്ല ആ രീതിയിലായിരിക്കും. അതിനിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് പണം തന്നുകൊണ്ടിരിക്കാം കേട്ടോ. ഫ്രീ ലെവൽ ചെയ്തോളൂ. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ് പ്ലീസ്. ഞാൻ ഓണാക്കി ആപ്പ്. ഇന്ന് അപ്ലോഡ് ചെയ്ത് നോക്കിയാ എന്റെ സെർവറിന് പ്രശ്നമല്ല കേട്ടോ. പിന്നെയോ? ഞാൻ 180 തിരിയുന്നുണ്ട്, പക്ഷെ ഈ കോഡിൽ തിരിയുന്നില്ല. അതെന്താണെന്ന് അറിയോ? 2 സെർവർ ആകുമ്പോ മറ്റേ പവർ നല്ലോണം കൺസ്യൂം ആക്കിയില്ലേ, അതുകൊണ്ടായിരിക്കും ഇവിടെ. അല്ലെങ്കിൽ ഉള്ളിലത്തെ ഗിയർ മറ്റേ ടൈപ്പ് ഉണ്ടാവും, പറയാൻ പറ്റില്ല. അല്ല, ഞാൻ സാധാരണ നമ്മുടെ ബേസിക് കോഡില്ലേ 180 തിരിക്കാൻ, 0 to 180, അതാവുമ്പോ ഓക്കെ ആകുന്നുണ്ട്. അത് വർക്കിംഗ്. ഓക്കെ, അത് അപ്പൊ അതായിരിക്കും പ്രശ്നം, മറ്റേ പവറിന്റെ പ്രശ്നമായിരിക്കും. ഞങ്ങക്ക് പിന്നെ എറർ അതന്നെ കാണിക്കുന്നത്. പിന്നെ എറർ കാണിക്കുന്നുണ്ടോ? എററിന്റെ ഫോട്ടോ അയച്ച്. ക്ലിയർ ആണെന്നോ അറിയില്ല, എന്നാ പറ. ക്ലിയർ ആണോ? നേരത്തെ കോഡില് ഇപ്പം അത് കാണുന്നുണ്ടായിന്, മീൻസ് കറങ്ങുന്നുണ്ടായിന് എടുത്ത് കൊണ്ടുപോകുമ്പോ, പക്ഷെ സിഎൽ മോണിറ്ററിൽ ഔട്ട് ഓഫ് റേഞ്ച് അത് മാറുന്നില്ല. എടാ നീ ഒന്നുകൂടെ നിന്റെ ഇത് കാണിക്കറോ സ്ക്രീനാ? നീ മറ്റേ ആ ആപ്പ് ക്ലോസ് ചെയ്ത് ഇതാ. എന്നിട്ട് ഫയൽസിൽ പോറോ, അർജുനോടക്ക് ലൈബ്രറീസിൽ പോട്. അത് വിളിക്കാറോ?
അതിനെ ഡിലീറ്റ് ആക്കിടാ, ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് അടിക്കും. അതല്ല സെർവോ എന്ന് എഴുതിയ ഫയലിന് ബാക്ക് അടിക്കും, ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് അടിക്കും. ഡിലീറ്റ് എടുത്താ പോലെ ആ അങ്ങനെ കുഴപ്പമില്ല, ഡിലീറ്റ് ആക്കി ഡിലീറ്റ് ആക്കി പിന്നെ ക്ലോസ് അടിക്കും. ഇന്നെ ആർഡിനോ ഫയൽ ഓപ്പൺ പിന്നെ ഇല്ല കുറച്ചാണ്. പിന്നെ നോക്കി അപ്ലോഡ് ചെയ്യുന്നേ. ആവുന്നില്ലേ? അപ്ലോഡ് ആവുന്നുണ്ട്. +2 കഴിഞ്ഞ് നോക്കണടാ, കോളേജ് നോക്കിയിട്ടുണ്ട് പഞ്ചാബില്, നോക്കട്ടെ. വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട് കേട്ടാവില്ലേ? IIT ഹൈദരാബാദിലല്ലേ റോബോട്ടിക്സ്? സ്പെഷ്യലിസ്റ്റ് കോഴ്സ് ഉണ്ടോ എനിക്കറിയില്ല. ഉണ്ടല്ലോ, റോബോട്ടിക്സ് ഉണ്ട്. ഉണ്ട് റോബോട്ടിക്സ് ബിടെക് ഉണ്ടോ? ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ വേറെ എറർ അല്ലേ കാണിക്കുന്നത്? സെയിം എറർ അല്ലല്ലോ. സെയിം എറർ ആണോ? നീ ലാൻഡ്സ്കേപ്പ് അല്ല പോർട്രേറ്റ് ആയിട്ട് പിടിക്കലോ ഫോണ്? എനിക്ക് നേരെ ക്ലിയർ ആവുന്നില്ല. അങ്ങനെ തിരിച്ചു പിടിക്കറ ഫോണ്, തിരിച്ചു പിടിക്കും. താലേ കണക്കി സെയിം ഇഷ്യൂ അല്ലേ? ഉറപ്പല്ലേ? നീ അതിന് ഫോട്ടോ ഒന്നും അയക്കാറോ? കാൺപൂരില് ഉണ്ട് എംടെക് റോബോട്ടിക്സ്, ഹൈദരാബാദില് ബിടെക്കും റോബോട്ടിക് ഉണ്ട്. എടാ SRM യൂണിവേഴ്സിറ്റി ആണോ ബിടെക് റോബോട്ടിക്സ്? പിന്നെ ലവ്ലി പ്രൊഫഷണൽ ഉണ്ടോ ബിടെക്കിൻ? അതാണ് ഫോക്കസ് ചെയ്യുന്നത്. IIIT ഹൈദരാബാദിൽ എന്താ വെച്ചാൽ ഇല്ലേ, CS+ റോബോട്ടിക്സ് എലക്റ്റീവ് എന്ന് വെച്ചാൽ സ്പെഷ്യലൈസേഷൻ ആണ്. അത് 2 months മാത്രം വെറുതെ പഠിപ്പിക്കാനാണ്, വേറൊന്നുമില്ല. അതായത് മറ്റേ മറ്റേ സ്പെഷ്യലൈസേഷൻ കോഴ്സ് ഇടാം. അതായത് വെറുതെ സെമിസ്റ്ററിൽ 2 months ആഡ് ആക്കും. റോബോട്ടിക്സിന് വേണ്ടി മാത്രമുള്ള കോഴ്സ് അല്ല അത് ബേസിക്കലി, മനസ്സിലായ? ബിടെക്കിൻ റോബോട്ടിക്സ് കൊണ്ട് മാത്രം. നമ്മുടെ ഈ റോബോട്ടിക്സ് ഫീൽഡിന് ഏറ്റവും പ്രത്യേകത എന്താ അറിയോ? ബാക്കി ഇപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആയാലും AI ആയാലും അത് കോളേജിൽ പോയിട്ട് പഠിക്കണം എന്നൊരു നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടംപോലെ കോഴ്സുകൾ അവൈലബിൾ ആണ്. പക്ഷെ റോബോട്ടിക്സിന്റെ പ്രത്യേകത പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് തന്നെ പഠിക്കണം. അതിൽ കുറെ ഫിസിക്സും മാത്സും ഉണ്ട്. ഫിസിക്സ് മാത്സ് ആണ് റോബോട്ടിക്സിന്റെ കോർ എന്ന് പറയുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ചെയ്യാൻ നമുക്ക് പഠിക്കണില്ല. വേറെ എല്ലാരും എഞ്ചിനീയറിംഗ് ഈസ് യൂസ്ലെസ് എന്ന് പറഞ്ഞാലും റോബോട്ടിക്സിനെ ബാധിക്കില്ല. അപ്പൊ ഇവിടെ SRM-ഉം MIT പൂനെയും ആണ് റോബോട്ടിക്സ് ഉള്ളത് അല്ലേ? LP ഉണ്ട്. അത് പ്രൈവറ്റ് അല്ലേ? എല്ലാം പ്രൈവറ്റ് ആണ്. SRM-ഉം MIT-യും VIT-യും എല്ലാം പ്രൈവറ്റ് ആണ്. പക്ഷേ സ്കോളർഷിപ്പ് കിട്ടിയ SRM വലിയ യൂണിവേഴ്സിറ്റി ആണ്. എന്റെ കസിൻ ബ്രദറിലാണ് പഠിച്ചതാണ്. LP ഞാൻ അറിയും. നമ്മുടെ ബ്രോട്ടോ ടൈപ്പിലൊരു വീഡിയോ ഉണ്ടായിരുന്നു യാസിറിന്റെ. ഇതെന്നാലുണ്ടാ എല്ലാം ഇപ്പൊ കുറേയുണ്ട്. അതിനെ നോക്കാം. എടാ ഇവനെ മറ്റേ അവനീഷേ
മറ്റേ ഞാൻ ഇറങ്ങട്ടെ, എനക്ക് ഫുഡ് കഴിക്കണം. ആ ഓക്കെ എനിക്ക് ഇപ്പോഴത്തെ ക്ലാസ് ശരി ശരി നല്ല ക്ലാസ്. താങ്ക് യു. ഓക്കെടാ വെൽക്കം. മറ്റേ അവനീഷേ, ഓ ഞങ്ങൾക്ക് ചാറ്റ് ജിപിറ്റിന്റെ ലിങ്ക് അയക്കടാ, നീ അതനുസരിച്ച് ഒന്ന് വർക്കാക്കാൻ കഴിയുമോ? ഓ ഞാൻ ചാറ്റ് ജിപിറ്റിന്റെ ലിങ്ക് അയക്കാം, ആ അതനുസരിച്ച് നിന്ന് വർക്കാക്കുമോ? മനസ്സിലായില്ല. എന്നാൽ ചാറ്റ് ജിപിറ്റിന്റെ ലിങ്ക് അയക്കാൻ കഴിയും, ഞാൻ ഇപ്പോൾ ലിങ്ക് അയക്കാം. അതിൽ പറഞ്ഞ പോലെ നീ ചെയ്യുമോ? എനിക്കില്ല, ഇവിടെ 10:30 ഒരു മീറ്റിംഗ് ഉണ്ട്. 10:30 10:45 ആ ലിങ്ക് അയക്കാറോ? ഞാൻ ലിങ്ക് അയക്കാം, നീ അതനുസരിച്ച് വർക്കാക്കാൻ പറ്റും നോക്ക് കേട്ടോ. ആ അപ്പം ഇല്ല അതായിട്ട് എന്തായാലും പറയണം എന്നോട്, ഓ അതായിട്ടെങ്കിലും പറയണം എന്ന്. ആ ഓക്കെ അപ്പൊ നേരത്തെ ചെയ്തത് ആവുമ്പോ നീ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. അന്നേരം വർക്ക് ആണെങ്കിൽ നീ എന്റെ മുമ്പത്തെ കോഡ് തന്നെ യൂസ് ചെയ്തോളൂ കേട്ടോ. ആ ഓക്കെടാ, അപ്പം ബാക്കി എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നിന്ന് ലീവർ അങ്ങനെ അറിയാം. ഓക്കെ യെസ് താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെടാ വെൽക്കം. യെസ് താങ്ക് യു. ഓക്കെ യെസ്. ഞാൻ മറക്കണ്ട. ആ ഇല്ലല്ലോ, ഞാൻ ഇപ്പം എടുത്തോ കേട്ടോ. ഗുഡ് ക്ലാസ്. ഓക്കെടാ. ഞാനിപ്പോ ഈ ഫോണില് ഞാൻ ഗൂഗിളില് നോക്കുന്ന, അപ്പൊ ഇതിപ്പോ ലോഗിൻ ചെയ്യാൻ പറയുന്നു. ലോഗിൻ ചെയ്തിട്ട. ലോഗിൻ ചെയ്തോ ആ കേട്ടോ, എന്റെ നോക്കിയിട്ട് പറ കേട്ടോ. ആ ഓക്കെ ശരി.